our private practitioners forum. This is a novel thought this year. ഈ വർഷം ഈ ഫോറത്തിന്റെ കൺവീനർ എന്ന് പറയുന്നത് റെസ്പെക്ടഡ് പാസ്റ്റ് പ്രസിഡന്റ് സാമുവൽ ഹനൻ സാറാണ്. സാറിന്റെ തന്നെ ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് ഈ വെബിനാർ മണി മാറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ളത്. സോ അധികം പ്രൊലോങ് ചെയ്യാതെ ഐ വിൽ വെൽക്കം ദ ഡൈനാമിക് പ്രസിഡന്റ് ഓഫ് IDEA Kerala State, my big brother Dr. Subhash Madhavan, to this webinar. Welcome you, sir. Welcome to this webinar. I also welcome the convener of the Private Practitioners Forum, Dr. Samuel Kenana, who took all this initiative for this webinar, and our dignified speaker of the day, Anne Joseph ma'am. Ma'am, welcome to this webinar. We are very keen to hear you. And president of all other branches, all other members, and I wish all the best to the speaker for the webinar. Thank you. Thank you, Doctor. I now request the President of IDEA Kerala State, Dr. Subhash K. Madhavan, to deliver the presidential address. എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാനൊരു യാത്രയിലായതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അധികം ക്ഷമ ചോദിക്കുകയാണ്. എനിവേ, നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള IDEA Kerala സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ, കൺവീനർ, നമ്മുടെ പ്രാക്ടീസ് ഫോറത്തിന്റെ കൺവീനറും പാസ്റ്റ് സ്റ്റേറ്റ് പ്രസിഡന്റും ഹോപ്പിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരുന്ന സാമുവൽ ഡോക്ടർ, മറ്റ് വിശിഷ്ട നേതാക്കന്മാര്, നമ്മുടെ ബഹുമാന്യ മെമ്പേഴ്സ്, അതുപോലെ ഇന്നത്തെ സ്പീക്കർ ആൻ ജോസഫ്, പിന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മളെ കുറിച്ചിട്ട് ബോധവൽക്കരിക്കാൻ വേണ്ടി നമ്മുടെ ഒപ്പം ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ഫോറം എന്ന് പറയുമ്പോൾ നേരത്തെ സിദ്ധാർത്ഥ് ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ അത് നമ്മുടെ സാമുവൽ ഡോക്ടറെയൊക്കെ ഞാനും എല്ലാവരും കൂടി സംസാരിച്ചപ്പോൾ ഉണ്ടായി വന്ന നമ്മുടെ ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തരത്തിലൊരു ഫോറം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതില് ഇന്ന് നമുക്ക് ഏറ്റവും ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യാണ്. സാമുവൽ സാറിന്റെ ഐഡിയ ആയിരുന്നു അത്. ഏറ്റവും റിലവന്റ് ആയിട്ടൊരു ടോപ്പിക് തന്നെയാണ് സത്യം പറഞ്ഞ അതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏവർക്കും ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ പലരും നമ്മൾ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അത് എങ്ങനെ വേണം, ഏത് ആംഗിളിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ പിന്നോട്ടാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞ ധാരണ പിശക് നല്ലോണ്ട്. ഇപ്പോൾ പിന്നെ ഷെയർ മാർക്കറ്റ് മുതൽ അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതികൾ, നമ്മുടെ ക്ലിനിക് മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതികൾ, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട രീതികൾ, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ഫിനാൻഷ്യൽ അച്ചടക്കങ്ങൾ പാലിക്കേണ്ടത്, ഇത്തരത്തിൽ പലതും നമുക്കൊരു അജ്ഞത നിൽക്കുന്ന ഒരു മേഖല തന്നെയാണ്. തീർച്ചയായും ഈ ഒരു വെബിനാർ അതിന് അതിന്റെ മറകളൊക്കെ നീക്കി അതിനെ ഒന്ന് നമ്മുടെ മുന്നിൽ ഒരു ക്ലിയർ പിക്ചറിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇന്നിവിടെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വാഭാവികമായും ഏതൊരു പരിപാടിയുടെയും ആത്യന്തികമായിട്ട് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആ പരിപാടിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പീക്കർ യങ് ആൻഡ് എനർജറ്റിക് ആണെന്ന് സാമുവൽ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഷീ ഈസ് വെരി മച്ച് കാപ്പബിൾ, എക്സ്പീരിയൻസ്ഡ്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറയേണ്ടായിട്ട് ഞാൻ എന്തായാലും അത്തരത്തില് വളരെ നല്ല ഒരു സെഷൻ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നമ്മൾ ഇന്ന് ഇവിടെ ഇത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അത് വളരെ ശ്രദ്ധയോടെ കേട്ട് അതിന്റെ ആ ഒരു സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളിൽ അത് ഇമ്പാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ, അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. അങ്ങനെ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം നിർത്തുകയാണ്. താങ്ക് യു. അപ്പോൾ പരിപാടികളിലേക്ക് കടക്കട്ടെ. ഓൺ ദി വേ ഞാൻ ട്രാവലിംഗിലാണെങ്കിലും ഇടയിൽ ജോയിൻ ചെയ്തോളാം. റേഞ്ച് ഉള്ളിടത്തോളം ഞാനും കേട്ടോളാം. താങ്ക് യു ഓൾ. JIDA. Thank you, Doctor. Moving on, I invite Dr. Maya Mattai, President of IDEA Tiruvalla branch, to introduce our faculty for the evening. Good evening, everyone. Am I audible? Yes, Doctor. Good evening, everyone. I have been assigned the duty of introducing our speaker for today.
Ms. Anne Joseph is a practicing chartered accountant and managing partner of Jose Meredith and Company, Pathanamthitta. She belongs to a family of chartered accountants. Her father, late Mr. Joseph V. George, was very active in social media demonstrating complex situations, and I'm sure his children, chartered accountants, Anne Joseph and Anita Joseph, were his pillars. They were the former chartered accountants of Idea Hope from 2012 to 2015. She sharpened her professional foundation through her articleship at the esteemed firm Verma and Verma in Kerala. A graduate in BCom, she holds qualifications in both CS Inter and Chartered Accountancy. She is also a certified forensic fraud detection auditor. As the president of JCI Queens Pathanamthitta, her leadership was recognized with 2 national and 4 zonal awards, including the Outstanding President of the Zone. She has also previously served on the Finance Board of JCI India. Ms. Anne currently serves as the Finance Board member of the CSI Madhya Kerala Diocese and also holds the position of board member and nominations committee member of the World YWCA. With these few words, I welcome our speaker, Chartered Accountant, Ms. Anne Joseph. Thank you. Dr. Seema. Thank you, Dr. Maya. Over to Ms. Anne Joseph. Good evening, dear members of Indian Dental Association. I take this opportunity to thank Dr. Maya Mattai for the wonderful piece of introduction. And I'm indeed grateful and happy to address this audience. I also take this moment to recognize Dr. Samuel K. Nainan, who has entrusted me with this session. I hope, I know this is a Friday evening and everybody must be relaxing at home, but still I will not make this session too lengthy or boring, but still give you a piece of information which will help you to manage your finance in a better way. Is my screen visible? Yes. Yes, you are visible here. Okay. Yeah. So I would like to make this session a little interactive. So I hope everybody here will have some idea about why we have organized this session. So if anybody can tell me why IDA or the Kerala State Indian Dental Association has come up with this session, if anybody can unmute their microphone and say your reasoning for the same. ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ it will be interactive. GSTയുടെ ചേഞ്ചസ് Okay. Any other comments or observations? പേഷ്യൻസിന്റെ ജിപേ ആണ് ഒത്തിരി വരുന്നത്, അത് പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. Okay. Okay. Any other reasons? Because I came to attend this webinar because this money management is not taught in schools or colleges. Okay. Like to know something about this money management. Okay, sir. Any other comments or observations or your reasons why IDA has organized this program? Actually, we are health professionals. We don't have much exposure to the terms of the accounting, and we are not good in that. So we need some exposure altogether. That's it. Okay, thank you, dear doctors, for your responses. So let me begin with a story. And I think, I hope കുറച്ച് youngsters ഇതിനകത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. And I think this story can be related with the many young dentists here. So Dr. Anjali, she completed her MDS and got her first job at a dental clinic in Kochi. She's excited, passionate, and earning around 40,000 per month. Like most of us at that age,
she thinks she'll start investing later, say once she earns more. But one of her senior at the clinic advised her, you start putting a small amount of money in SIP. So Dr. Anjali started investing in SIP for a sum of rupees 5,000. So she continued this for say 10 years or 15 years. So the surprising element is not here. So if she continues this SIP of 5,000, so when after 10 years, this investment will be about 10 to 12 lakhs, assuming that this SIP gives you a return of 12%. So you don't have to be really rich to start saving. You need to start saving to become rich. So now I would like to share the story of Dr. Sunil. He also runs a well-established clinic, and he has been into practice for say 10 years. Nalloru hospital under the clinic looks modern, and he earns about say 2.5 lakhs per month. And at the end of this year, when his chartered accountant showed his financial performance or the clinic's performance, he realized something shocking. His total profit was just 20%. So, what went wrong? So, he started tracking his expenses. His staff salaries were high. His stocks were, he was overstocking his commodities. And then, once he understood this, he started maintaining proper records. And he negotiated better deals with labs and start monitoring his staff costs and put his surplus funds to work through investments. Within a year, his profit increased. Thomas. He's a senior dentist, a legend in his area. For over 30 years, he served his patients with full dedication, really missing a day of work. So, Ipum, he is 62 and his energy levels are low and his patient visits are fewer and he wants to slow down. Now, what is his problem? He never gave serious thought to his retirement or financial planning. There is no pension, no major savings, and now he is forced to depend on his children. He says that he thought his clinic would take care of everything, but he never imagined that he need to have a separate plan for his old age. So this is a hard reality. Many professionals believe their income will always continue, but life has its own plans. So if Dr. Thomas had even started small investments, say 10 or 15 years ago, he would be in a much stronger position today. So let this be a reminder to all of us. The time to plan is not when we retire, it is years before. That is how we ensure security and peace of mind. We saw the story of three dentists at three different stages of life, one just beginning, one in the middle of a thriving practice, and one nearing the end of an inspiring career and your future. And we need to be aware of. So I have put some examples on the screen, like say, to look at in that angle, say you will have a lot of expenses or cost involved in setting up a clinic. Your cash flows, that is the amount that you are generating from your clinic, might not be regular. Chelpa seasonal aയിരിക്കും. Chelpa you have a lot of inflows. Sometimes it is not regular. And as you all know, there are a lot of tax compliances requirements. Then there will be personal finance and your clinic finance as in loans. You will have commitment. You will have a personal loan. You will also have a loan taken for your clinics. Then, like the example that I shared as regards Thomas, most of us will have to have a clear idea of how we are going to plan our retirement.
So with this, I think we can begin with today's session. I will be glancing. ഞാൻ വലിയ theoretical സംഭവം പറഞ്ഞ് നിങ്ങൾക്ക് complicated session ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. I will try to break down as simple as possible. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ I will try to explain. If you have any doubts or questions or queries, you can ask. So let us begin. So Adim, what we have to understand is you have to understand your source of income and expenses. I hope all the dentists present here are practicing or are you all in employment? Anybody of you answer? എല്ലാരും practicing test ആണോ അതോ clinic? Practicing and maybe You will be 5% are working in employees. some clinic, salary income from the clinic. Pinna, otherwise you will be setting up of your own clinic and you will have to work on it. And then your source of income is a consultation income, your procedure income, registration. We should have an understanding about what is the source of income. Is it a salary or clinic? Have your understanding about the income. Then you should have an understanding about the expenses. Say, assuming we are a salaried person is sambandhichidatholam, he doesn't have any clinical expenses. He just need to take his money, go back home and meet his personal expenditure. Household expenses, baki personal expenses matra nokiya madi. But coming to a clinic or a practitioner, he has lot of other expenses related to his clinics. Say he needs to pay for the lab materials, consumables. He would have some staff and salary. So have a clear understanding about the source of your income and expenses. Find that your cash flows are not regular. ചിലപ്പം നിങ്ങൾക്ക് ചില മന്തിൽ ഒത്തിരി റവന്യൂ കാണും, ചില മന്തിൽ നിങ്ങൾക്ക് റവന്യൂ കുറവായിരിക്കും. So you should have an understanding about how your revenues are flowing, how your cash flows come in, and how is it going out, as in track the expenses. And we always advise our clients to have separate accounts, as in your clinical accounts and your personal accounts should never be mixed. അപ്പം ബേസിക്കലി നമ്മൾ പറയുന്നത് ദ ക്ലിനിക് എക്സ്പെൻസ് എല്ലാം ഒരു സെപ്പറേറ്റ് കറണ്ട് അക്കൗണ്ടിലും ആൻഡ് യുവർ പേഴ്സണൽ എക്സ്പെൻസസ് ഷുഡ് ബി റൂട്ടഡ് ത്രൂ യുവർ സേവിങ്സ് അക്കൗണ്ട്. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ ഓഡിറ്റിനൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസസും ഈ ക്ലിനിക്കൽ എക്സ്പെൻസസും കൂടെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ദ എൻട്രീസ് number of entries will be more and it will be confusing for the professional to identify which is professional expense, which is personal expense. Because personal expenses നമുക്ക് ഒരിക്കലും clinical expenses ആയിട്ട് income tax purpose claim ചെയ്യാൻ പറ്റില്ല. So it is always better to have separate accounts for the business and your personal. So this is the basic thing that we need to understand, your source of income and your expense. Now let us look into some of the business structures. എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത്. ദ ബേസിക് തിങ് ഈസ് നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് ഡോക്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യാം. സേ മിസ്റ്റർ എ ഈസ് സ്റ്റാർട്ടിങ് എ പ്രാക്ടീസ്. സോ മിസ്റ്റർ എ is running the clinic and his filings will be in the name of Mr. A. Say Mr. A യുടെ പാനിൽ തന്നെ ആയിരിക്കും, if he has a GST registration, ആ പാനിൽ തന്നെ ആയിരിക്കും GST registration എടുക്കുന്നത്, ആ പാനിൽ തന്നെ ആയിരിക്കും ഇൻകം ടാക്സ് ഫയലിംഗ്. എവറിഥിങ് ഹാപ്പൻസ് അണ്ടർ ദ നെയിം ഓഫ് മിസ്റ്റർ എസ് പാൻ. Then comes the partnership form of business. Partnership form business എന്ന് പറയുന്നത് more than one person, say minimum 2 people come together and practice. Say രണ്ട് friends തമ്മിൽ ഒന്നിച്ച് they are practicing and they are setting a clinic. അങ്ങനത്തെ സിനാരിയോസിലാണ് പാർട്ട്ണർഷിപ്പ് വരുന്നത്. പാർട്ട്ണർഷിപ്പ് need not be necessarily husband and wife. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉള്ള കേസിൽ പാർട്ട്ണർഷിപ്പിന് നമുക്ക് എന്തായാലും സെപ്പറേറ്റ് ഒരു പാൻ കാണും, അതിനൊരു ടാക്സ് ലൈബിലിറ്റി വരും. ആൻഡ് partners can draw salary from this partnership and that will be taxed separately in the partner's personal account. So you will be paying tax for your partnership
and you will be paying tax for the individual dentist. So, husband and wife aanengile, we suggest this. We don't suggest the partnership form of business structure. We suggest the proprietorship concern, wherein husband will be the owner of the clinic. Wife will be a salaried employee. വൈഫിന് ആ സാലറി ആയിട്ട് ഡ്രോ ചെയ്യും, പക്ഷേ ഹസ്ബൻഡിന്റെ പേരിൽ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ ആയിട്ടായിരിക്കും ബിസിനസ് റൺ ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ചേർന്നാണ് ഈ ക്ലിനിക്ക് റൺ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ നോട്ട് വർക്ക്. ആ കേസസിൽ വി ഗോ ഫോർ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിനകത്ത് ഒരു പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP. LLP ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ദാറ്റ് ഈസ് അഗെയിൻ എ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് എൻറ്റിറ്റി. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ, പാർട്ട്ണർഷിപ്പിൽ ദ ലയബിലിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് ആർ അൺലിമിറ്റഡ്. അതായത് എന്ത് ലയബിലിറ്റി വന്നാലും പാർട്ട്ണറിന്റെ പേഴ്സണൽ അസറ്റ്സ് വരെ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പിന്റെ ലയബിലിറ്റി അല്ലെങ്കിൽ ഫേമിന്റെ ലയബിലിറ്റി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാം. But coming to LLP, the liability of the partner will be restricted to the amount contributed by the partner. Say, ഇപ്പൊ ഞാൻ എത്ര എമൗണ്ട് ആണോ എൻ്റെ ഫേമിലേക്ക് കൊണ്ടുവരുന്നത്, ആ എമൗണ്ടിലേക്ക് മാത്രം ഞാൻ എൻ്റെ ലയബിലിറ്റിയും റെസ്ട്രിക്ട് ചെയ്യും. അതാണ് LLP സിസ്റ്റമും പാർട്ട്ണർഷിപ്പ് സിസ്റ്റം തമ്മിലുള്ള ഒരു വ്യത്യാസം. Both are partnership form of business, but the constitution is different. ഈ LLP-ന് നമുക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സുമായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. പക്ഷെ പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഒരു രജിസ്ട്രേഷന്റെ റിക്വയർമെന്റ് ഇല്ല. LLP-ൽ നമ്മൾ മാൻഡേറ്ററിലി കുറച്ച് ഫോംസ് എവറി ഇയർ ഫയൽ ചെയ്യണം. പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഫയലിംഗിന്റെ റിക്വയർമെന്റ് ഇല്ല. ലുക്കിംഗ് അറ്റ് ദ കോസ്റ്റ് ആംഗിൾ, പാർട്ട്ണർഷിപ്പിന് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവായിരിക്കും. LLP-ൽ ഈ MCA കംപ്ലയൻസസ് ഉള്ളത് കൊണ്ട് കോസ്റ്റ് ഇച്ചിരൂടെ കൂടുതലായിരിക്കും. ആൻഡ് private limited company is totally a different different entity, wherein you are registering with the Ministry of Corporate Affairs. LLP പോലെ തന്നെ MCA-ൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അവിടെ you will be called as directors. Instead of partners, you will be called as directors. And again, the liability is limited. നമ്മൾ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ, അത്രയും എമൗണ്ടിലേക്ക് നമ്മുടെ ലൈബിലിറ്റി വരത്തുള്ളൂ. ബട്ട് compared to LLP, the cost involved is much higher when you go for private limited companies. So basically, when we observe the trend of dentists around us, we can see most of them go for partnership or LLP. Private limited companies അങ്ങനെ വളരെ കുറവാണ്. ബട്ട് ഒരു മേജർ എക്സ്പാൻഷൻ ഒക്കെ ഉള്ളവർക്ക് മാത്രമാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു ഫോം നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ most of them, I think most of you here might be running a partnership or a proprietorship. Even LLP are not that common here, but LLP is also possible. See, ഈ കോസ്റ്റും ഈ മാൻഡേറ്ററി ഫയറിങ്ങും ഒക്കെ കാരണമാണ് പകുതിയും പ്രാക്ടീഷണേഴ്സ് LLP-ലേക്കൊന്നും പോവാത്തത്. പക്ഷേ എവറി ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും നമ്മുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാൻ LLP പോലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും beneficial. So these are the basic structures of practicing units that can be considered for dentist practice. Then let us understand some of the basic registrations. എല്ലാവർക്കും പാൻ എന്തുവാന്ന് അറിയാം, പെർമനന്റ് അക്കൗണ്ട് നമ്പർ. വിത്തൗട്ട് പാൻ യു കനോട്ട് ഡു എനിത്തിങ് ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ ഫയലിംഗ് വേണമെങ്കിൽ യു നീഡ് എ പാൻ. ഐ ഹോപ്പ് മോസ്റ്റ് ഓഫ് യു വുഡ് ഓൾറെഡി ഹാവ് എ പാൻ ആൻഡ് ആധാർ. ആധാർ ഇസ് നൗ കമ്പൽസറി ഫോർ എവറി വൺ, ആൻഡ് യുവർ പാൻ ആൻഡ് ആധാർ നീഡ്സ് ടു ബി ലിങ്ക്ഡ്. ഇതുവരെ ആരെങ്കിലും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് ഗെറ്റ് യുവർ പാൻ ആൻഡ് ആധാർ ലിങ്ക്ഡ്. ഇപ്പം പാനും ആധാറും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ യുവർ പാൻ വിൽ ബി ഇനോപ്പറേറ്റീവ്. ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ അത് ഓപ്പറേറ്റീവ് ആക്കണമെങ്കിൽ പിന്നെ ഇൻകം ടാക്സ് അസസിംഗ് ഓഫീസറിന് റിക്വസ്റ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് എ ലെങ്തി complicated process. So if you have not linked your PAN and Aadhaar yet, do it immediately. There will be ഒരു 1000 rupees late fee ഒരു ഫൈൻ കൊടുത്തിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. ഇപ്പോഴും make sure that you link your PAN and Aadhaar. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, you have to link your mobile and Aadhaar, because ഇൻകം ടാക്സ് പോലെയുള്ള പോർട്ടൽസിൽ ഇപ്പം പാനും ആധാറും ലിങ്ക് ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഈ വെരിഫിക്കേഷൻ പോലെയുള്ള പ്രോസസ്സിന് ആധാർ OTP ഇല്ലാതെ ഫോംസ് ഒന്നും നമുക്ക് ഫയൽ ചെയ്യാനും പറ്റത്തില്ല. Otherwise, you will need digital signature. So it is always easier to go for Aadhaar mobile linking. Make sure that your Aadhaar and mobile are linked.
Then comes the registration called TAN. TAN is tax identification number. This is applicable for practitioners who have the liability to deduct TDS. TDS എന്ന് പറഞ്ഞാൽ tax deducted at source. അത് ബേസിക്കലി വരുന്നത് നമുക്കിപ്പം നമ്മുടെ ക്ലിനിക്കിൽ സാലറി കൊടുക്കാൻ നമുക്ക് എംപ്ലോയീസ് ഉണ്ട്. അവർക്ക് നമ്മൾ TDS പിടിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ യു ഡെഫിനറ്റ്ലി റിക്വയർ TAN. അതുപോലെ സേ യു ആർ റണ്ണിങ് യുവർ ബിസിനസ് ഓർ യുവർ ക്ലിനിക് ഓൺ എ റെന്റഡ് ബിൽഡിംഗ്. റെന്റഡ് ബിൽഡിംഗിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ സേ യു ആർ പേയിങ് യുവർ ലാൻഡ് ലോഡ് റെന്റ് എമൗണ്ട് മോർ ദാൻ 50,000. ഇത് ഇപ്പോഴത്തെ ഒരു കറണ്ട് പ്രൊവിഷനാണ് ഞാൻ പറയുന്നത്. ഇഫ് ഇറ്റ് ഇസ് 50,000 ഓർ മോർ യു നീഡ് ടു ഡിഡക്ട് TDS. അതായത് നമ്മൾ TDS കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ലാൻഡ് ലോഡിന് റെന്റ് കൊടുക്കാൻ പാടുള്ളൂ ഇഫ് യുവർ റെന്റ് എമൗണ്ട് ഇസ് മോർ ദാൻ 50,000. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ബേസിക്കലി നമ്മൾ ടാൻ എടുക്കേണ്ടി വരുന്നത് വെൻ യു ലുക്ക് അറ്റ് ദ ആംഗിൾ ഓഫ് ദ dentist. Then comes GST. GST ne patti I'll explain in detail in the coming slides. Then professional tax. As you all might be aware, നമ്മുടെ സ്റ്റേറ്റ് ഗവേൺ ചെയ്യുന്ന ഒരു ടാക്സ് ആണ് പ്രൊഫഷണൽ ടാക്സ്. മാക്സിമം ഒരു 2,500 വെച്ചിട്ടാണ് നമ്മൾ 2 times ഹാഫ് ഇയർലി വെച്ചിട്ട് 1,250 1,250 വെച്ചിട്ട് ഒരു 2,500 rupees ആണ് നമ്മൾ പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. Then comes an interesting area, MSME Udyam registration. ഇത് ഡെന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം it is not mandatory. It is a voluntary registration. If you're planning for, say, taking loan ഒക്കെ എടുക്കുന്ന ആവശ്യം വരുവാണെങ്കിൽ this MSME registration is helpful. ഇതിന് ഫീസ് ഒന്നുമില്ല. ഉദ്യം രജിസ്ട്രേഷന്റെ സൈറ്റിൽ പോയിട്ട് നമ്മളുടെ സെൽഫ് ഡിക്ലറേഷൻ, പാൻ, ആധാർ, അങ്ങനെ ബേസിക് കുറച്ച് കാര്യങ്ങൾ മാത്രം കൊടുത്താൽ യു വിൽ ഗെറ്റ് ദിസ് രജിസ്ട്രേഷൻ. ഈ ഇൻട്രസ്റ്റ് സബ്സിഡീസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രജിസ്ട്രേഷൻ എന്നുള്ളൂ. ഡോക്ടേഴ്സ് ഇതെടുക്കാൻ പറ്റും. അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് അല്ല. ഈവൻ ത്രൂ അക്ഷയ യു ക്യാൻ ടേക്ക് ദിസ് MSME രജിസ്ട്രേഷൻ. അല്ലാതെ നമുക്ക് തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് സൈറ്റ്, നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ രജിസ്ട്രേഷൻ എടുക്കുക. So these are the basic registrations required, and apart from that, I hope you will be aware about the registration that you need to take specifically from IDA or the medical council. Other separately നിങ്ങൾ registration എടുക്കണം. Yeah, then GST and income tax. Basically, before going into this, I hope you know, India രണ്ട് taxes ആണ് കളക്ട് ചെയ്യുന്നത്, direct tax and indirect tax. Direct tax ആണ് income tax. That is, we are paying directly to the government. അത് നമ്മൾ ഇയർ എൻഡിൽ നമ്മുടെ ഇൻകം അസസ് ചെയ്തിട്ട് ഇൻകം ടാക്സിലേക്ക് അടയ്ക്കുന്ന ടാക്സിനെയാണ് ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്ട്ലി നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സിനെയാണ് GST എന്ന് പറഞ്ഞത്. GSTയുടെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുവാണെങ്കിൽ MRPയുടെ കൂടെ നമ്മൾ GST കൂടെ ചേർത്തായിരിക്കും അടയ്ക്കുന്നത്. ദാറ്റ് ഇസ് GST. അപ്പം ഹെൽത്ത് കെയറിൽ വരുമ്പം നമുക്കിപ്പം ഡെന്റിസ്റ്റ് പ്രാക്ടീഷണേഴ്സിന് വരുമ്പം ബേസിക്കലി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ എല്ലാം എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഇതിലും ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ മാത്രമേ എക്സംപ്റ്റഡ് ആവുന്നുള്ളൂ. കോസ്മെറ്റിക് സർവീസ് എന്ത് പ്രൊവൈഡ് ചെയ്താലും ഇറ്റ് ഈസ് ടാക്സബിൾ. ഇഫ് യു വോണ്ട്, ഐ ക്യാൻ ജസ്റ്റ് ഗിവ് യു ദ ഡെഫിനിഷൻ ഓഫ് വാട്ട് എക്സാക്ട്ലി ദ ഹെൽത്ത് കെയർ മീൻസ്. As per the GST, healthcare is a service by way of diagnosis or treatment or care for illness, injury, deformity, abnormality or pregnancy in any recognized system of medicines in India. സോ ഈ പറഞ്ഞ കേസസ് നമ്മൾ ഒന്നെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യുവാൻ, അതായത് എന്തെങ്കിലും ഒരു പ്രിവെൻഷൻ മെക്കാനിസമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ സർവീസസ് കൊടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്കതിനെ ഹെൽത്ത് കെയറിൽ എക്സംപ്റ്റഡ് ആയിട്ട് പറയാൻ പറ്റൂ. ഒരു നിങ്ങളുടെ ആംഗിളിൽ നിന്ന് പറയുവാണെങ്കിൽ ഇപ്പം ടൂത്ത് എക്സ്ട്രാക്ഷൻ, അല്ലെങ്കിൽ റൂട്ട് കനാല്, ഫില്ലിങ്, ഓറൽ സർജറീസ്, അല്ലെങ്കിൽ പെയിനിന് എന്തെങ്കിലും ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനോ ഗം റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസിന് ട്രീറ്റ് ചെയ്യുക, അതിനെയെല്ലാം നമുക്ക് ഹെൽത്ത് കെയർ ആയിട്ട് കൺസിഡർ ചെയ്യാനും പറ്റും. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി സബ്ജക്ട് ടു GST. But if you're doing some cosmetic treatment, say smile correction, അങ്ങനെ വരുമ്പം that comes under the purview of GST, and you need to tax that service and collect the GST from patients and remit to the department. And ഇവിടെ ഒരു threshold limit ഉണ്ട്. Say your total aggregate turnover എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ടോട്ടൽ ക്ലിനിക്കിൽ നിന്ന് വരുന്ന ഇൻകം,
എല്ലാം ദാറ്റ് ഇസ് ഈ ഹെൽത്ത് കെയർ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസിൽ ഉള്ളതും കോസ്മെറ്റിക്കും എല്ലാം കൂടെ ചേരുമ്പോൾ ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഇഫ് ഇറ്റ് എക്സീഡ്സ് 20 lakhs then you need to take a GST registration. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്ലിനിക്കിലെ ഇൻകം മാത്രമായിരിക്കത്തില്ല. അസ്യൂം ദാറ്റ് നിങ്ങളൊരു ഇൻഡിവിജ്വൽ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ക്ലിനിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൂടാതെ യു വിൽ ഓൾസോ ഹാവ് സേ ഇൻകം ഫ്രം അതർ സോഴ്സ്, സേ ഇൻട്രസ്റ്റ് ഇൻകം. നമുക്ക് FD ഉണ്ട്, FD പലിശ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ പാൻ എടുത്ത് നോക്കുമ്പോൾ എല്ലാ ഇൻകം, ഈ ക്ലിനിക്കിലെ ഇൻകം, ഇൻട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, നമുക്കിപ്പോൾ കുറച്ച് ഷെയർ ട്രേഡിംഗ് ഉണ്ട്, ഷെയർ ട്രേഡിംഗിൽ നമുക്ക് കുറച്ച് ഇൻകം വരുന്നു. ഈ ഇൻകം എല്ലാം കൂടെ നോക്കുമ്പോൾ ഇഫ് ഇറ്റ് എക്സീഡ്സ് 20 lakh, ദിസ് ഈസ് ദ കറക്റ്റ് പ്രൊവിഷൻ. ഇങ്ങനെ 20 lakhs എപ്പോഴാണോ എക്സീഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തേ പറ്റൂ. ഇനി ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന 19 lakh നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സെംപ്റ്റഡ് സർവീസ് ആണ്. ജസ്റ്റ് 2 lakh rupees ആണ് ഈ പറഞ്ഞ കോസ്മെറ്റിക്കിലേക്ക് വരുന്നത്. അപ്പം ഓൾറെഡി നിങ്ങൾ 21 ക്രോസ് ചെയ്തു. അപ്പൊ നിങ്ങൾ കമ്പൽസറിലി GST എടുത്തേ പറ്റത്തുള്ളൂ. യു കനോട്ട് സേ ദാറ്റ് ആകെ 2 lakh മാത്രമേ ഞാൻ ആ കോസ്മെറ്റിക്കിൽ ഇടുന്നുള്ളൂ, അപ്പോൾ എനിക്ക് GST രജിസ്ട്രേഷൻ ആവശ്യമില്ലല്ലോ എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. Since you have crossed the limit of 20 lakhs, you are supposed to be taking GST registration. ഈ ഒരു സിനാരിയോ മാറി നമുക്ക് സേ നമ്മൾ 18 lakhs ആണ് നമ്മുടെ ടോട്ടൽ ഈ ഹെൽത്ത് കെയറും നമ്മുടെ കോസ്മെറ്റിക്കിൽ കിട്ടുന്ന ഇൻകം ആൻഡ് സേ ഇൻട്രസ്റ്റ് ഇൻകം എല്ലാം കൂടെ നമുക്ക് 18 lakh ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ യു നീഡ് നോട്ട് ടേക്ക് ദ GST registration. These are the basic things of GST, and I hope when the Q&A comes, if you have any specific doubts in these area, I will cover there. And coming to the income tax, as mentioned, ഇത് നമ്മൾ ഡയറക്ട്ലി ടാക്സ് പേ ചെയ്യുന്നതാണ്. ഇൻകം ടാക്സിൽ ഒരു ഇൻഡിവിജ്വലിന് 5 heads ആണ് ഉള്ളത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, പിന്നെ അതർ സോഴ്സ്. ഈ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പം ഒരു ക്ലിനിക്കിൽ സാലറീഡ് എംപ്ലോയി ആയിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ യുവർ എംപ്ലോയർ വിൽ ബി പേയിങ് യു സാലറി. അപ്പൊ നമ്മുടെ ഇൻകത്തിനെ ഇൻകം ഫ്രം സാലറി ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ട് ഹസ്ബൻഡ് റൺ ചെയ്യുന്നു ക്ലിനിക്ക്, വൈഫ് അതിലെ ഒരു സാലറീഡ് എംപ്ലോയി ആണ്. നമ്മൾ TDS ഒന്നും മിക്കവാറും പിടിക്കാറില്ല. അപ്പം വൈഫിനെ നമ്മളൊരു സാലറീഡ് ഇൻകം ആയിട്ടുള്ള ഒരാളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ കേസസിൽ വേണമെങ്കിൽ നമുക്ക് സാലറി ആയിട്ട് നമുക്ക് ഈ വൈഫിന്റെ ഇൻകം സാലറി ആയിട്ട് ഇൻകം ടാക്സ് ഡിക്ലെയർ ചെയ്ത് ഫയൽ ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്പം ഒരു എംപ്ലോയി ആയിട്ട് ഏതെങ്കിലും ഒരു ക്ലിനിക്ക് വർക്ക് ചെയ്യുക, മന്ത്ലി നമുക്ക് ഒരു ഫിക്സഡ് സാലറി കിട്ടുവാണെങ്കിലും യു ക്യാൻ ഷോ ഇറ്റ് അണ്ടർ ഇൻകം ഫ്രം സാലറി. പിന്നെ ജനറലി കവർ ചെയ്യുന്നതെല്ലാം ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിലാണ് ബാക്കി എല്ലാ ഡെന്റിസ്റ്റുകളും അവരുടെ ഇൻകം ഡിക്ലെയർ ചെയ്യേണ്ടത്. Again, here you have 2 options. നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ അല്ലെ നമ്മുടെ ടോട്ടൽ കൺസൾട്ടൻസി ഇൻകം, if it is below 50 lakhs, income tax is giving you an option to declare 50% of your profit as income and then file the return without maintaining any books. ഇച്ചിരൂടെ സിമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് ടോട്ടൽ 50 ലക്ഷത്തിൽ താഴെ ഉള്ളൂ ഇൻകം. അങ്ങനെയാണെങ്കിൽ സേ നമുക്ക് 20 lakhs ആണ് മൊത്തത്തിൽ ഇൻകം വരുന്നത്. ആണെങ്കിൽ ഞാൻ 20യുടെ 50% വിച്ച് ഇസ് ഈക്വൽ ടു 10 lakhs. ആ 10 lakhs എൻ്റെ പ്രോഫിറ്റ് ആയിട്ട് ബിസിനസ് ഇൻകത്തിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ പേ ദാറ്റ് 10 lakhന്റെ ടാക്സ് ആൻഡ് ഫയൽ മൈ റിട്ടേൺസ്. അവിടെ ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. This 50 lakh limit is extended to 75 lakhs if you are earning more than 5% of your total receipts only through bank. അതായത് ഇപ്പൊ നമ്മൾ ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്യുവാണ്, എൻ്റെ ടോട്ടൽ സാലറി എല്ലാം എനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ കൂടെ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 75 lakh വരെ ഉണ്ട് എൻ്റെ ടോട്ടൽ ഇൻകം എങ്കിലും എനിക്ക് ഈ ഒരു പ്രിസംപ്റ്റീവ് സ്കീം എടുക്കാം. ആ പ്രിസംപ്റ്റീവ് സ്കീമിനെ ഗവേൺ ചെയ്യുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 44ADA. അത് പ്രിസംപ്റ്റീവ് ടാക്സ് എന്ന് പറയും. അവിടെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. പക്ഷെ ബേസിക് കണ്ടീഷൻ 50% ഓഫ് യുവർ ഇൻകം ഷുഡ് ബി ഡിക്ലെയർഡ് ആസ് പ്രോഫിറ്റ്. അതാണ് ഒരു ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് തരുവാണ് ഗവൺമെന്റ് ദാറ്റ് യു ക്യാൻ ടേക്ക് 50%. നമുക്ക് 20 ലക്ഷം ഉണ്ട്, 10 ലക്ഷം നിങ്ങൾക്ക് ചിലവായിട്ട് എഴുതിക്കോളൂ, ബാക്കി 10 ലക്ഷം നിങ്ങൾ ടാക്സിന് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. And here you will be filing forms ITR 4 and 3. Generally, dentist doctors എല്ലാവരും ITR 4 3 ആയിരിക്കും റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഈ പ്രിസംപ്റ്റീവിൽ വരുന്നവരെല്ലാം ITR 4 എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും ഫയൽ ചെയ്യുന്നത്.
ഈ പ്രിസംറ്റീവ് ഓപ്റ്റ് ചെയ്യാത്ത ആരാന്ന് നമുക്കിനി നോക്കാം. അതായത് സേ യുവർ ഇൻകം ഇസ് ബിലോ 50 lakhs, പക്ഷേ യു ഡോണ്ട് ഹാവ് 50% പ്രോഫിറ്റ്. നമുക്ക് 50% പ്രോഫിറ്റ് ഇല്ല. നമ്മുടെ ആക്ച്വൽ ഇൻകവും എക്സ്പെൻസസും എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുമ്പം നമുക്ക് ഈ 50% താഴെ ഉള്ളെങ്കിൽ യു ക്യാൻ ഡിക്ലെയർ ദാറ്റ് ഇൻ ITR 3 ആൻഡ് ഫയൽ യുവർ റിട്ടേൺസ്. അവിടെ നമുക്ക് പ്രിസംറ്റീവിന്റെ ഓപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. You should make sure that your books of accounts are properly maintained. അപ്പോൾ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് അഡ്വാൻറ്റേജും ഉണ്ട്. ടാക്സിന്റെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ 50% നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഹയർ ടാക്സ് കൊടുക്കണം. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അവിടെ അതാണ് റിലാക്സേഷൻ. പക്ഷേ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ കറക്റ്റ് പ്രോഫിറ്റ് ആണ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരിക്കണം. അത് മൊത്തം ഫില്ല് ചെയ്ത് വേണം നമ്മൾ ഈ ITR 3 ഫയൽ ചെയ്യാൻ. അതാണ് ബേസിക്കലി 2 ഫോംസ് എല്ലാ ഡോക്ടേഴ്സിനും വരുന്നത്. ആൻഡ് കമ്മിങ് ടു ദ കോൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് എന്തുവാന്ന് വെച്ചാൽ ഇഫ് യുവർ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ഇഫ് ഇറ്റ് എക്സീഡ്സ് 10,000, നമുക്ക് 10,000 കൂടുതൽ ടാക്സ് ലൈബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിൽ വി ഹാവ് ടു പേ ടാക്സ് ഇൻ അഡ്വാൻസ് ടു ദ ഗവൺമെന്റ്. ഇത് ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ്സിലാണ് അടയ്ക്കേണ്ടത്. ഓരോ ക്വാർട്ടർലി ആണ് നമ്മൾ ഈ അഡ്വാൻസ് ടാക്സ് ഗവൺമെന്റിൽ അടയ്ക്കേണ്ടത്. സേ ഈ ക്വാർട്ടറിൻ്റെത് നെക്സ്റ്റ് ക്വാർട്ടർ 15th നമ്മൾ അടയ്ക്കേണ്ടത്. ഐ വിൽ ഷോ യു എ സ്ലൈഡ് വെർ ഇൻ ഐ മെൻഷൻ ഓൾ ദ ഡേറ്റ്സ് which needs to be kept in mind. സോ അത് വരുമ്പോൾ ഡേറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ബട്ട് ബേസിക്കലി 10,000 മേലെ നമുക്ക് ടാക്സ് ലൈബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ there are 2 ടാക്സ് സ്കീംസ്, ഓൾഡ് ന്യൂ. എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്, ഓൾഡ് എടുക്കണോ ന്യൂ എടുക്കണോ. സോ ഐ വിൽ ജസ്റ്റ് ഗിവ് യു ആൻ ഐഡിയ അബൌട്ട് ഓൾഡ് ആൻഡ് ന്യൂ ടാക്സ് സ്കീംസ് ആസ് വെൽ. ഓൾഡ് സ്കീം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ഡിഡക്ഷൻസ് അലൗ ചെയ്യുന്ന ഒരു ടാക്സ് റെജീമാണ്. പക്ഷെ ന്യൂ ടാക്സ് സ്കീമിൽ വരുമ്പോൾ യു വിൽ നോട്ട് ഗെറ്റ് ടാക്സ് എക്സംഷൻസ്, പക്ഷെ റേറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരും ന്യൂ സ്കീമാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ടാക്സ് റേറ്റ്സ് ഭയങ്കര കുറവാണ്. ഓൾഡ് ടാക്സ് സ്ലാബ്സ് എന്ന് പറഞ്ഞാൽ 5, 20, 30% സ്ലാബ് വരുന്നിടത്ത് ന്യൂ ടാക്സ് സ്കീം വരുന്നിടത്ത് ഡിഫറെന്റ് സ്ലാബ്സ് ഉണ്ട്. ഐ ഹാവ് ഷെയർഡ് യു ദ ടാക്സ് സ്ലാബ്സ് ഓഫ് ദ അസസ്മെന്റ് ഇയർ 25-26. അതായത് നിങ്ങൾ ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഈ ഒരു ടാക്സ് സ്ലാബിന്റെ ബേസിസിലായിരിക്കും. ഇഫ് യു ക്യാൻ ലുക്ക് അറ്റ് ദ സ്ക്രീൻ യു ക്യാൻ സീ ലെഫ്റ്റ് സൈഡിൽ ഓൾഡും റൈറ്റ് സൈഡിൽ ന്യൂ ആണ്. ഈ കറണ്ട് ഇയറിൽ പിന്നെ നിങ്ങൾ ന്യൂസ് പേപ്പറിലൂടെയും മീഡിയയിലൂടെയും ഒക്കെ കാണുന്ന ഒരു ന്യൂസ് ആയിരിക്കും 12 lakhs വരെ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ 7 lakhs വരെ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത്. കമ്മിങ് ടു ദിസ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ദ അസസ്മെന്റ് ഇയർ 25-26 ദ ലിമിറ്റ് ഈസ് 7 lakh. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 7 lakh താഴെയാണെങ്കിൽ മാത്രം യു ഡോണ്ട് ഹാവ് ടു പേ ടാക്സ്. But still you will have to file returns, but you need not pay tax. അതാണ് പ്രസന്റ് സിനാരിയോ. കമ്മിങ് ടു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് നെക്സ്റ്റ് അസസ്മെന്റ് ഇയർ, അവിടെ ലിമിറ്റ് 12 lakh ആണ്. അപ്പൊ എല്ലാവർക്കും ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്, ഈ വർഷം തൊട്ട് 12 lakh വരെ നോ ടാക്സ്. അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ ഫയലിംഗ് ചെയ്യുമ്പോഴേ അത് ആപ്ലിക്കബിലിറ്റി വരും. ഇപ്പം നമ്മുടെ കറന്റ് സ്ലാബ് എന്ന് പറയുന്നത് ഞാൻ സ്ക്രീനിൽ കാണിച്ച പോലെ 7 lakh ആണ്. 7 lakh താഴെയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു പേ ടാക്സ്. ഇപ്പം വെൻ യു ലുക്ക് അറ്റ് ദ സ്ക്രീൻ യു ക്യാൻ സീ ഓൾഡ് സ്കീമിൽ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈസ് ഓൺ എ ഹയർ സൈഡ്. എബവ് 10 lakh മേലെ വരുന്നവരെല്ലാം 30% ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ ന്യൂ സ്കീമിൽ വരുമ്പം അത് 15 lakh മേലെ പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ 30% പോയാൽ മതി. ദിസ് ഈസ് ദ റീസൺ വൈ വി സേ ദാറ്റ് യു ഗോ ഫോർ ന്യൂ സ്കീം. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ഇൻകം അനലൈസ് ചെയ്തിട്ട് വിച്ച് സ്കീംസ് സ്യൂട്ട്സ് ബെസ്റ്റ് ഫോർ യു അത് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ജസ്റ്റ് ബിക്കോസ് എനിക്ക് ന്യൂ സ്കീം ആയതുകൊണ്ട് അടുത്ത ഡോക്ടറിന് ന്യൂ സ്കീം ആയിരിക്കും നല്ലതെന്ന് ഉണ്ടാവില്ല. So you have to compare consider your income and then come to a conclusion as to choose which scheme according to the tax liability. Whichever is beneficial you can choose. പിന്നെ ഡോക്ടേഴ്സും പ്രാക്ടീഷണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബിസിനസ് ഇൻകത്തിലാണ് നമ്മൾ
ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് കൊണ്ട് ദർ ഇസ് എ ലോക്ക് ഇൻ കണ്ടീഷൻ. നമുക്ക് ഒരിക്കൽ മാത്രമേ നമുക്ക് ഓപ്റ്റിനും ഓപ്റ്റ് ഔട്ടും ചെയ്യാൻ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളൂ. സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ന്യൂ സ്കീമിലേക്ക് വരാം, തിരിച്ച് ഓൾഡ് സ്കീമിലേക്ക് പോവാം. പക്ഷേ വെൻ യു ആർ എ ബിസിനസ് ടാക്സ് ഫയലർ യു കനോട്ട് ഡു ദാറ്റ്. ഒരിക്കൽ ചെയ്യാം, ബട്ട് ദെൻ യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ വിത്ത് ദാറ്റ്. സോ എപ്പോഴും ഈ സ്കീംസ് ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർലി നിങ്ങളുടെ പ്രൊഫഷണൽസിന്റെ അഡ്വൈസ് എടുത്തിട്ട് മാത്രമേ നിങ്ങൾ സ്കീംസ് ചൂസ് ചെയ്യാവുള്ളൂ. ബിക്കോസ് ഒരിക്കൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ദിസ് ഈസ് അസസ്മെന്റ് ഇയർ 25-26. നിങ്ങൾ ഇപ്പൊ ഫയൽ ചെയ്യുന്നത് ഈ ഒരു സ്ലാബിന്റെ ബേസിസിലായിരിക്കും. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പർപ്പസ് ഞാൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ, അതായത് ഇപ്പം നമ്മൾ പ്രസന്റ്ലി റൺ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ ഒരു ലിമിറ്റും കൂടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അവിടെ ലിമിറ്റ് 12 ലാഖിൽ താഴെയാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. പക്ഷേ സേ ഫ്രം 4 ലാഖിൽ മേലെയാണ് നമ്മുടെ ഇൻകം എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് ഇരിക്കണം. സോ ദിസ് ഈസ് എ ടാക്സ് സ്ലാബ്സ് ഫോർ ദ അസസ്മെന്റ് ഇയർ 26-27. ഓക്കെ, കമ്മിങ് ടു മെയിൻറ്റെയിനിങ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 44 ADA പ്രിസംറ്റീവിൽ നമ്മൾ 50% അങ്ങ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൻറ്റെയിനിങ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് മാൻഡേറ്ററി അല്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരിക്കലും വെരിഫൈ ചെയ്യാൻ വരത്തില്ല. പക്ഷേ നിങ്ങൾ ITR 3 ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഇൻകം എക്സ്പെൻസസും വെച്ച് ഡിക്ലെയർ ചെയ്ത് ഫയൽ ചെയ്യുവാണെങ്കിൽ you will have to maintain books and records. Again, here I would like to add the point that ചിലപ്പോൾ നിങ്ങളുടെ books of accounts needs to be compulsorily audited by a chartered accountant. അത് വരുന്ന കേസ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ടേൺ ഓവർ 1 CR അല്ലെങ്കിൽ 2 CRന് മേലെ വരുവാണെങ്കിൽ you need to have compulsorily tax audit. അതല്ല, നമ്മൾ ഈ പറഞ്ഞ ഇൻകവും എക്സ്പെൻസും എല്ലാം എടുത്ത് നെറ്റ് പ്രോഫിറ്റ് അറൈവ് ചെയ്തു. പക്ഷെ ആ നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് 8% താഴെയാണെങ്കിൽ യു നീഡ് ടു കമ്പൽസറിലി ഗെറ്റ് യുവർ ബുക്സ് അക്കൗണ്ടഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. 8% നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കൊണ്ട് ടാക്സ് ഓഡിറ്റ് ചെയ്ത് 3CB 3CD ഫയൽ ചെയ്ത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അപ്പൊ ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് what we are trying to look here. You should have cash book, you should have ledger, you should have journal. പിന്നെ റവന്യൂ ഇൻവോയ്സസ്. നമ്മൾ പേഷ്യൻസ് വരുമ്പം നമ്മൾ എന്തായാലും അവർക്ക് ബില്ല് കൊടുക്കും. അതിൻ്റെ ഒരു കൗണ്ടർ ഫോയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇഫ് നമുക്ക് GST രജിസ്റ്റേർഡ് ക്ലിനിക്സ് ആണ് നമ്മുടെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു കമ്പൽസറിലി ഇഷ്യൂ ദ GST ഇൻവോയ്സസ്. എക്സംപ്റ്റഡ് ആണെങ്കിൽ പോലും യുവർ ഇൻവോയ്സ് ഷുഡ് ഡെഫിനറ്റ്ലി കണ്ടെയ്ൻ ദ GST രജിസ്ട്രേഷൻ നമ്പർ, ഡീറ്റെയിൽസ്, എവറിഥിങ്. That is as regards the income side. Coming to expenses should also be supported by vouchers. അതായത് ഇപ്പൊ നമുക്കിപ്പോൾ സപ്ലയേഴ്സിന്റെ കയ്യിൽ നമ്മൾ മെഡിസിൻസ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ലാബിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കൺസ്യൂമബിൾസ് എടുക്കുന്നു. ആ പർച്ചേസസ് ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ഇൻവോയ്സസ് സപ്പോർട്ടഡ് ആയിരിക്കണം. പിന്നെ എക്സ്പെൻസസ്, നമ്മൾ ഇലക്ട്രിസിറ്റി പേ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ചാർജസ്, വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെ clinic related എന്ത് expenses ഉണ്ടെങ്കിലും you have to make sure that your expenses are recorded properly and supported by vouchers. Then comes the daily case register. I hope IDA will definitely have a certain mandatory requirement as regards how to keep the records of patients. പക്ഷേ ഇൻകം ടാക്സിൽ പറയുന്നത് നിങ്ങൾക്കൊരു ഡെയിലി കേസ് രജിസ്റ്റർ ഉണ്ടാവണമെന്ന്. അതിനകത്ത് നിങ്ങളുടെ പേഷ്യൻസിന്റെ പേര്, എന്ത് പ്രൊസീജിയറാണ് നിങ്ങൾ ചെയ്തത്, ദ എമൗണ്ട് കളക്റ്റഡ് ആൻഡ് ദ ഡേറ്റ്. അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്. അത് അങ്ങനെ ഒരു സ്ട്രിക്ട് ഫോർമാറ്റിൽ പോകണം എന്നില്ല. If IDA has specific, I'm not aware about the IDA's requirement regarding the case register, but income tax il basically ingane parayunnullu, name of the party, amount collected, what was the procedure done, and the date and the amount. അത് മിനിമം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എ ഇൻവെന്ററി റെക്കോർഡ്. നിങ്ങളുടെ സ്റ്റോക്കിന്റെ ഒരു ഇൻവെന്ററിയുടെ ഒരു റെക്കോർഡ്, ഇൻ ഔട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ആണെന്നുള്ളത് യു ഷുഡ് ഹാവ് എ അണ്ടർസ്റ്റാൻഡിങ്. Then definitely bank statements. Like I said earlier, you should definitely have a separate account for your clinic. Because clinic-ന്റെ എക്സ്പെൻസും പേഴ്സണൽ എക്സ്പെൻസും കൂടെ മിക്സപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ ഓഡിറ്റിന് ഇയർ എൻഡിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് വി മൈ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് what is your personal expense, what is your clinic expense. So make sure that your expenses related to clinics are run through a separate bank account. പിന്നെ
you can use many multiple tools to maintain all these records. ചില ക്ലിനിക്സ് ടാലി ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചില ക്ലിനിക്സിൽ അവരുടെ തന്നെ ഒരു സോഫ്റ്റ്വെയർസ് കാണും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് സേ സോഹോ ബുക്സ്, അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട് നമുക്ക് ഈ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു എക്സൽ ഷീറ്റിലാണെങ്കിലും ഈ പറഞ്ഞ ക്യാഷ് ബുക്കും ലെഡ്ജേഴ്സും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ വാട്ട് എവർ ഇസ് കൺവീനിയൻറ്റ് ആൻഡ് കംഫർട്ടബിൾ ഫോർ യു, യു ക്യാൻ ഓപ്റ്റ് ദാറ്റ്, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു റെക്കോർഡ് എവറിത്തിങ്. നമ്മൾ ഈ 50% 44 ADAയിൽ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും ഉള്ളവരെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാൻഡേറ്ററി ആയിട്ട് വെക്കണ്ടെങ്കിൽ പോലും we suggest that you should definitely have your income and expenses tracked. നമ്മൾ ആരെയും കാണിക്കാനല്ല, ബട്ട് ജസ്റ്റ് ലൈക്ക് ഐ ഷെയർഡ് ദ സ്റ്റോറി ഇൻ ദ ബിഗിനിങ്, you should have an understanding about your income and your expenses. എങ്കിൽ മാത്രമേ നമുക്ക് എവിടാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എവിടാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് യു പുട്ട് അറ്റ്ലീസ്റ്റ് ഓൾ ദീസ് ഡേറ്റ in an Excel sheet and monitor it. And you might be earning well enough, but still make sure that you analyze this, and you can bring a lot of changes if you have everything down in a paper. ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ I will say just ഒരു പേപ്പറിൽ you write your income, write your expense workout. എക്സൽ ഒന്നും അത്രയും ഒന്നും അറിയുന്നില്ലെങ്കിൽ just do it in a paper and then figure out how is your income, how is your outflow, inflow is going, and track and make a clear understanding about your practice and how is it going, where you have to control, where you have to control your expense, how do you have to manage your stock. ഇതിനെല്ലാം മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആസ് മെൻഷൻഡ് ഏർലിയർ, ഡേറ്റ്സിൻ്റെ കാര്യം വരുമ്പോൾ GST ഉള്ള പ്രാക്ടീഷണേഴ്സിനെല്ലാം 2 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 11th 20th. GST നമുക്ക് ബേസിക്കലി 2 റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യേണ്ടത്. GST 1 എന്ന് പറയുന്നത് 11th GST 3B എന്ന് പറയുന്നത് 20th. ഈ 11th മുന്നേ എപ്പോൾ വേണേലും ചെയ്യാം, 20th മുന്നേ എപ്പോൾ വേണേലും ചെയ്യാം. ദീസ് ആർ ദ ലാസ്റ്റ് ഡ്യൂ ഡേറ്റ്സ്. ആ ഡ്യൂ ഡേറ്റിന് മുന്നേ നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് TDSന്റെ കേസിൽ ഈ മന്തിലെ TDS നമ്മൾ നെക്സ്റ്റ് മന്ത് 7th അടയ്ക്കേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ ഏപ്രിലിൽ ഞാൻ റെന്റ് കൊടുത്തു, ഏപ്രിലിൽ റെന്റ് TDS പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ലാൻഡ് ലോഡിന് പേ ചെയ്തത്. ദാറ്റ് നീഡ്സ് ടു ബി റെമിറ്റഡ് ടു ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബിഫോർ 7th of May. ഏപ്രിലേത് മെയ്യിൽ 7th മുന്നേ നമ്മൾ റെമിറ്റ് ചെയ്യണം. Now coming to advance tax, 10,000 മേലെ ടാക്സ് ലയബിലിറ്റി ഉള്ളവരെല്ലാം കമ്പൽസറി അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. 4 ക്വാർട്ടർലിയാണ് നമ്മൾ അടയ്ക്കുന്നത്. ഇപ്പം ആദ്യത്തെ ക്വാർട്ടർ June 15, നെക്സ്റ്റ് September 15, തേർഡ് December 15, and last March 15th. Make sure that നിങ്ങളുടെ 100% of your tax are paid before March 15th. March 15th ശേഷം നമ്മൾ എന്ത് പേ ചെയ്താലും അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ആ ഫുൾ ഇയറിൽ എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വാർട്ടറിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സിൽ ചെറിയ ഷോർട്ട് ഫോൾ വന്നിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു കോമ്പൻസേറ്റ് ആൻഡ് പേ ഇറ്റ് ബിഫോർ March 15. So those are the dates regarding advance tax. Coming to ITR filing, ITR ഫയലിങ്ങിന് 2 ഡേറ്റ്സ് ആണ് വരുന്നത്. നിങ്ങൾ പ്രിസംറ്റീവ് ഇൻകം ആയിട്ട് ഫയൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സാലറീഡ് എംപ്ലോയി ആയിട്ട് ഫയൽ ചെയ്യുന്നു, അപ്പോൾ നിങ്ങളുടെ ഇൻഡിവിജ്വലിന്റെ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആണ് നിങ്ങൾക്കും ആപ്ലിക്കബിൾ. ആ ഡ്യൂ ഡേറ്റ് ഇസ് 31st July ഓഫ് ദ ഫിനാൻഷ്യൽ അസസ്മെന്റ് ഇയർ. സേ ആസ് യു ഓൾ നോ ദാറ്റ് നമുക്ക് ഫിനാൻഷ്യൽ ഇയർ വരുന്നത് April to March ആണ്. ഈ April to Marchലെ ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻകം അസസ് ചെയ്യുന്നത് അടുത്ത അസസ്മെന്റ് ഇയറിലാണ്. ഇപ്പൊ നമ്മൾ ഫയൽ ചെയ്യേണ്ടത് 24-25 ഫിനാൻഷ്യൽ ഇയറിലേനാണ്. ആൻഡ് വി നീഡ് ടു ഫയൽ ഇറ്റ് ബിഫോർ 31st July. I would like to add a point that now presently the date has been extended. ഈ വർഷം ഇൻകം ടാക്സ് ഫോംസിൽ കുറെ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ഓൾറെഡി ഗിവൺ us an extension. യൂഷ്വലി എല്ലാ കൊല്ലവും 31st July എന്നുള്ള ഡേറ്റ് മാറിയിട്ട് ഈ കൊല്ലം they have extended till September 15th. So September 15th നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്താൽ മതി. ദീസ് ആർ ദ ഡ്യൂ ഡേറ്റ്സ് ഫോർ ദ നോർമൽ ഇൻഡിവിജ്വൽസ്. കമ്മിങ് ടു ടാക്സ് ഓഡിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് കമ്പൽസറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ട കേസസ് ആണെങ്കിൽ യുവർ ഡ്യൂ ഡേറ്റ്സ് ആർ 31st of October. ഇതുവരെ എക്സ്റ്റൻഷൻ വന്നിട്ടില്ല. വി നെവർ നോ ഇഫ് ഇറ്റ് വിൽ ഗെറ്റ് എക്സ്റ്റെൻഡഡ്, ബട്ട് ഫോർ ദ ടൈം ബീയിങ് ദ ഡ്യൂ ഡേറ്റ് ഇസ് 31st of October.
So I hope the dates are clear. Your tax practitioner or your chartered accountant will definitely take care of it. But still, being a responsible doctors, you should be aware. Even if നിങ്ങളുടെ chartered accountant മറന്നു പോയാലും, you can remind them saying that ഈ ഡേറ്റിൽ ഇത് അടയ്ക്കണ്ടേ, ഈ ഡേറ്റിൽ ഇത് ചെയ്യണ്ടേ. So that is just for your awareness. And as mentioned earlier, ഞാൻ നേരത്തെ ഒന്ന് ഗ്ലാൻസ് ചെയ്ത് പറഞ്ഞു 3ഉം 4ഉം ആയിരിക്കും എല്ലാ ഡോക്ടേഴ്സിനും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഷെയർ ട്രേഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ട്രേഡിംഗിന് ഒരു 1,25,000 വരെ മാത്രമേ ഉള്ളെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ITR 4, അല്ലെങ്കിൽ യു മൈറ്റ് ഹാവ് ടു ഗോ ടു ITR 2. ഐ വിൽ ജസ്റ്റ് ഷോ ദാറ്റ് ആസ് വെൽ. GSTയിൽ 1ഉം 3Bയും പറഞ്ഞു. 9 എന്ന് പറയുന്നത് ഇസ് എൻ ആനുവൽ റിട്ടേൺ. ദാറ്റ് ഈസ് മന്ത്ലി നമ്മൾ GST ചെയ്തിട്ട് ഇയർ എൻഡിൽ, ജസ്റ്റ് ലൈക്ക് ഹൗ വി സബ്മിറ്റ് ആനുവൽ ഇൻകം ടാക്സ്, അതുപോലെ തന്നെ GSTയുടെ ആനുവൽ ഫയലിംഗിന്റെ ഫോമിന്റെ പേരാണ് GSTR 9. So this is just for your information purpose. ITR കുറെ ഫോംസ് ഉണ്ട്, 1, 2, 3, 4. അതിൽ 1ന്റെ ഒരു സ്ക്രീനാണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് സാലറി ഇൻകവും ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇൻകവും പിന്നെ ഇൻട്രസ്റ്റ് ഇൻകവും മാത്രമേ ഉള്ളെങ്കിൽ ആൻഡ് യുവർ ടോട്ടൽ ഇൻകം ഇസ് ബിലോ 50 lakhs, then you can go for ITR 1. ആൻഡ് നമുക്ക് ചിലർക്ക് അഗ്രികൾച്ചർ ഇൻകം കാണും. അഗ്രികൾച്ചർ ഇൻകം ഒരു 5,000 വരെ ഉള്ളെങ്കിൽ you can very well opt for this form, which is ITR 1. ITR 1 ഇപ്പം ഇൻകം ടാക്സ് പോർട്ടൽ അവൈലബിൾ ആണ്, ബട്ട് 2ഉം 3ഉം ഒന്നും അവൈലബിൾ അല്ല. 4 is also available. Let us just check what is ITR 2. 1 applicable അല്ലാത്തവർക്ക് ITR 2 is applicable. And 4, coming to 3 ആണ് നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസും എല്ലാം ഉണ്ടാക്കി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ITR 3യിൽ ഫയൽ ചെയ്യണം. പ്രിസംറ്റീവ് ഇൻകത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ITR 4. ഇവിടെ യു ക്യാൻ സി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഷെയർ ട്രേഡിങ്ങിലൂടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻസിന്ന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് 1.25 വരെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ITR 4 എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ യു വിൽ ഹാവ് ടു ഗോ ഫോർ ITR 2 or 3, whichever is applicable. You don't have to get worried or tensed. ഞാനിപ്പോൾ 1, 2, 3, 4 കുറേ ഫോംസിനെ പറ്റിയും കുറേ ഇൻഫർമേഷൻസും ലോഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് ഓക്കെ. യുവർ ടാക്സ് പ്രാക്ടീഷണർ or your chartered accountant will take care of it. But just have an understanding. നമ്മൾ ഏത് ഫോമിലാ ചെയ്യുന്നത് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. ബിക്കോസ് ഇതെല്ലാം ടെക്നിക്കൽ സാധനങ്ങളാണ്. നിങ്ങൾ സെൽഫായിട്ടാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ചൂസ് എ കറക്റ്റ് ഫോം. തെറ്റായ ഫോം ഒരിക്കലും ഫില്ല് ചെയ്യരുത്, ഫയൽ ചെയ്യരുത്. പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആവും. യു വിൽ എൻഡ് അപ്പ് ഇൻ ഗെറ്റിംഗ് നോട്ടീസസ്, പിന്നെ പെനാൽറ്റീസ്, അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. മേക്ക് ഷുവർ ദാറ്റ് യു ചൂസ് കറക്റ്റ് ഫോംസ്. Okay, now let us see some of the financial planning. Now ഇതുവരെ നമ്മൾ കുറെ പ്രൊവിഷൻസും കുറെ ഫോംസും ലോസും അതിനെ പറ്റിയൊക്കെ കണ്ടു. Now let us look about some financial planning. And ഇതൊരു തിയറി അല്ല, but we say that you should always have an emergency fund. എമർജൻസി ഫണ്ടിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ അൺസർട്ടനിറ്റീസ് ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. So when you face an uncertainty, your finance should not bother you, or that should not be the reason why your peace of mind is lost. Already you have an emergency. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ബേർഡനോടെ നമ്മളെ ഒരിക്കലും നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുത്തരുത്. സോ ദിസ് ക്യാൻ ബി ഡൺ ബൈ us. ചില അൺസർട്ടനിറ്റീസ് ആർ നോട്ട് ഇൻ അവർ ഹാൻഡ്. ബട്ട് കമ്മിങ് ടു ഫിനാൻസിന്റെ സംഭവം നമുക്ക് ടു ആൻ എക്സ്റ്റെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഹൗ ക്യാൻ വി ഡു ദാറ്റ്? What we suggest is that your 6 months of expenditure should be there in your emergency fund. Say for example, നമുക്ക് ഒരു മാസം അതിപ്പം ക്ലിനിക്കൽ എക്സ്പെൻസും കാണും, പേഴ്സണൽ എക്സ്പെൻസും കാണും. അത് സേ ഒരു 50,000 ആണ് നമ്മുടെ ഒരു മാസം നമുക്ക് മൊത്തം വരുന്ന എക്സ്പെൻസസ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇൻകം, ജസ്റ്റ് ദ എക്സ്പെൻസസ്. 50,000 പെർ മന്ത് വരുമ്പം ഒരു വർഷം സേ ഒരു 6 monthsന്റെ എക്സ്പെൻസ് വരുമ്പം യു വിൽ ഹാവ് 3 lakh of expense. അപ്പം I can see a question. I will address it later. Okay, so 50,000 per month is your expense of your clinic and your professional personal expenses. So for 6 മാസം it sums to 3 lakh. These 3 lakh rupees should be there in your savings account. I repeat, it should be there in your savings account. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ആ 3 lakh rupees ഞാൻ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വെച്ചിരിക്കുന്നത്, ഐഡിയലായിട്ട് ഇരിക്കുമല്ലേ?
ഐഡിയലായിട്ട് ഇരിക്കുവാണ്. സേ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, നിങ്ങൾക്ക് അടുത്ത ഒരു 6 മാസം നിങ്ങൾക്ക് ക്ലിനിക്കിൽ പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഇൻകം അവിടെ സ്റ്റോപ്പ് ആവുകയാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറിലോ എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഒരു മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. എന്നാലും യുവർ പ്രൊഫഷണൽ റെസീറ്റ് അവിടെ ബ്ലോക്ക് ആവുകയാണ്. സ്റ്റിൽ യുവർ ഡെയിലി എക്സ്പെൻസസ് ഷുഡ് കണ്ടിന്യൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 6 മന്ത്സിന്റെ ഒരു എമർജൻസി ഫണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. ദിസ് ഈസ് ജസ്റ്റ് എ സജഷൻ. യു ക്യാൻ ടേക്ക് ഇറ്റ് ഓർ യു ക്യാൻ ഇഗ്നോർ. ബട്ട് സംടൈംസ് ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ. നമ്മൾ ഈ 50,000 എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 50,000 ഒന്നും ആയിരിക്കില്ല, നമുക്ക് ചിലപ്പം 1 lakh 2 lakh ഒക്കെ എക്സ്പെൻസ് ഉള്ള പല ആൾക്കാരും കാണും. സോ അത്രയും എമൗണ്ട് നമുക്ക് ഐഡിയലായിട്ട് എമർജൻസി ഫണ്ടായിട്ട് ചിലപ്പോൾ മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് it is a good healthy practice. If you can try to achieve that, you will definitely be at peace. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗ്രാജുവലി എത്തിക്കാൻ പറ്റുവാണെങ്കിൽ it will be helpful. Then coming to investments, ടാക്സ് ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ ATC ഡിഡക്ഷൻസ്, ATD ഡിഡക്ഷൻസ്, ഇൻഷുറൻസിൽ അടയ്ക്കുന്നത് ഒന്നും ഒരു വലിയ റെലവൻസ് ഇല്ലെങ്കിലും when you have to look at every angle, not just tax save ചെയ്യുക എന്ന് മാത്രമല്ലല്ലോ നമ്മളുടെ ultimate requirement. Make sure that you invest in multiple baskets. ഇപ്പൊ PPF പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഭയങ്കര കുറവായിരിക്കും, പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സ് ഫ്രീ ആണ്. അപ്പം PPF ഇടുക, NPS ഇടുക. ഇപ്പോഴത്തെ ട്രെൻഡ് ഇസ് ലൈക്ക് പുട്ടിംഗ് മണി ഇൻ മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർ മാർക്കറ്റ്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് പുട്ട് ഓൾ യുവർ മണി, പുട്ട് ഇൻ ഡിഫറെന്റ് ബാസ്കറ്റ്സ്. അപ്പം എല്ലായിടത്തും ഈക്വലി, ഇപ്പം ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടായാലും നിങ്ങൾക്ക് വേറൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് ആ ഒരു ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെ ബാലൻസ് ചെയ്യാൻ പറ്റണം. ആൻഡ് ആസ് ഡോക്ടേഴ്സ് ഐ നോ ദാറ്റ് യു ഓൾ give a lot of importance to your health. Make sure that you have insurance, health insurance, term insurance and indemnity. Indemnity insurance important ആണ്. ഡോക്ടേഴ്സ് ആയിരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ലീഗൽ കോൺസിക്വൻസോ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഈ ഇൻഷുറൻസ് വിൽ ഹെൽപ്പ്. ആൻഡ് LIC, ഇത് ഇപ്പം ടാക്സിന്റെ ആംഗിളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു റെലവൻസ് ഇല്ല ബിക്കോസ് ഓഫ് ദ കമ്മിങ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ ടാക്സ് സ്കീംസ്. So these are some of the investment or planning tips that can be applied. And as a closing remark, I would like to say that I know you all are experts in your field. You all are expertised in your skill. You have good skills and which will definitely earn money for you. But you have to make sure that all these skills are secured through proper planning. ബിക്കോസ് പ്രൊഫഷണൽ ഇൻകം നിങ്ങൾക്ക് വരും, ചിലപ്പം റെഗുലർ ആയിരിക്കാം, ചിലപ്പോൾ ഇറഗുലർ ആയിരിക്കാം. പക്ഷെ അതൊന്ന് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് അത് ആ സ്കില്ലിലൂടെ കിട്ടുന്ന ഇൻകം മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി അറ്റ് പീസ് ഓഫ് മൈൻഡ്. As stated earlier, make sure that you track all your income, expense, and everything. And you might be in the middle of practice. You might have just begun your career, or you might be in the retirement phase. Wherever you are, make sure that if you have not started, make sure that today. So then you will be a lot of peace and you will be hassle free. So if you have any questions, I'll be happy to address that. I think I can already see a question in the chat box. My health insurance is not met since I'm 52 years. Sorry, madam. My health insurance is not met since I'm 52 years. Will they be able to increase the age limit? Not really, madam. If you want to take an insurance, you will have to pay higher premium. If your family members have an insurance, try to make sure that I'm talking you are about also... my age limit. Age limit. I'm 52, so I'm not. It is there only till 50 years. Yes, ma'am. So you cannot take in your personal name, but your children will have insurance policies. You will have to ask them to add your name in their policy. Then you will be covered. You cannot take a policy in your name. Okay, thank you. I need to address a question in the chat box by Dr. Rahul. If I don't do any cosmetic treatment and
still if the turnover is more than 20 lakhs, should I file GST? See, purely if you are not dealing in any of the taxable service ഒന്നും ഇല്ല, ജസ്റ്റ് ഹെൽത്ത് കെയർ മാത്രമേ ഉള്ളെങ്കിൽ 20 lakhs exceed ചെയ്താലും GST എടുക്കേണ്ട ആവശ്യമില്ല. I hope that answer is addressed. If salary, I have another question from Dr. Nizaro. If salary plus professional income exceeds 20 lakh, should one have to take GST? Yes, the total income ആണ് നോക്കേണ്ടത്. You have to add everything. Salary add ചെയ്യണം, professional receipt add ചെയ്യണം, interest from deposits add ചെയ്യണം. If it exceeds 20 lakh, you have to take GST registration. Any other questions? മാം, കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഇൻകം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് പറയാമോ? കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും ബേസിക് വ്യത്യാസം എന്ന് വെച്ചാൽ ബിസിനസ് ഉള്ള ഒരാൾക്കേ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് കറണ്ട് അക്കൗണ്ടിൽ കിടക്കുന്ന ബാലൻസിന് യു വിൽ നോട്ട് ഗെറ്റ് ഇൻട്രസ്റ്റ്. സേവിങ്സ് അക്കൗണ്ടിലെ മണി കിടക്കുമ്പം നമുക്ക് ക്വാർട്ടർലി ബാങ്കുകാർ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് പേ ചെയ്തു തരും. ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ കറണ്ട് അക്കൗണ്ട്സ്. അതാണ് ബേസിക് ഡിഫറൻസ്. പക്ഷേ നമ്മൾ ക്ലിനിക്സിൽ വരുമ്പോൾ കറണ്ട് അക്കൗണ്ടിൽ കൂടെ തന്നെ നമ്മൾ ട്രാൻസാക്ഷൻ പോകണമെന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിൽ ലിമിറ്റ്സ് ഒത്തിരി കൂടുതലാണ്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ യു വോണ്ട് പുട്ട് ഇൻ ക്യാഷ് നമ്മൾ കൊണ്ടിടും വരും, ക്യാഷ് വിഡ്രോ ചെയ്യും വരും. സേവിങ്സ് അക്കൗണ്ടിൽ അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. പക്ഷെ കറണ്ട് അക്കൗണ്ടിൽ യു ക്യാൻ ഡു അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻസ്. നോട്ട് അൺലിമിറ്റഡ്, ബാങ്ക് ടു ബാങ്ക് വ്യത്യാസമുണ്ട്. എന്നാലും സേവിങ്സ് ബാങ്കിനേക്കാളും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി എപ്പോഴും കറണ്ട് അക്കൗണ്ടാണ്. ഇൻട്രസ്റ്റ് കിട്ടത്തില്ല എന്നുള്ള ഒരു ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്ലിനിക്കിൽ നിന്നുള്ള ജിപേ എല്ലാം കറണ്ട് അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് മാത്രം ചെയ്യായിരിക്കും നല്ലത്. അങ്ങനെ അതിലേക്ക് ചെയ്യുന്നതാണ് ബെനിഫിഷ്യൽ. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും ഇതും എല്ലാം കൂടെ മിക്സപ്പ് ആവും. അപ്പം ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ഗോ ഫോർ കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ടിൽ കൊടുക്കുന്ന പാൻ കാർഡില്ലേ, പാൻ ഡീറ്റെയിൽസ്, അത് സ്വന്തം പാൻ തന്നെയാണല്ലോ കൊടുക്കുന്നത്? അതെ സർ, പ്രൊപ്പറൈറ്റർ ആണെങ്കിൽ സ്വന്തം പാൻ തന്നെ കൊടുക്കണം. അതെ. അപ്പം എന്നോട് എൻ്റെ ഒരു അകന്നൊരു സുഹൃത്ത് പറഞ്ഞതാണ് എസ്റ്റാബ്ലിഷ്മെന്റ്സിന് പാൻ കാർഡ് കിട്ടുന്നുണ്ട് എന്ന്. അങ്ങനെ വല്ല സ്കീമുണ്ടോ? അതോ ടാൻ ആയിരിക്കും ഉദ്ദേശിച്ചത് അദ്ദേഹം? എസ്റ്റാബ്ലിഷ്മെന്റ്സിന് വേണമെങ്കിൽ സർ സെപ്പറേറ്റ് പാൻ നമ്പർ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പേരിൽ എടുക്കാൻ പറ്റൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ പേര് ആൻ, എൻ്റെ കമ്പനിയുടെ പേര് ABC കമ്പനി. എനിക്ക് ABC കമ്പനി എന്ന പേരിൽ ഒരിക്കലും ഒരു പാൻ, ഞാൻ സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ ABC എന്ന് പറഞ്ഞ പേരിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ആൻ എന്ന് പറഞ്ഞ പേരിൽ എനിക്ക് പാൻ എടുക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു LLPയോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ABC ആണെങ്കിൽ ഐ ക്യാൻ ടേക്ക് പാൻ ഇൻ ദാറ്റ് നെയിം. അല്ലെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഇൻഡിവിജ്വലിന്റെ പേരിലെ പാൻ കാർഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ എൻറ്റിറ്റിയുടെ പേര് പാൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓൺ ക്ലിനിക്കിന് ഇപ്പം ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കണം, അതിനൊരു പാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ MSME രജിസ്ട്രേഷനും ലോക്കൽ ബോഡിയിലെ രജിസ്ട്രേഷനും മതിയാവുമോ? മതിയാവും. സാറിന്റെ പേഴ്സണൽ പാൻ കൊടുത്താലും മതിയാവും. We have a question from Dr. Jacob. Yes. Is there a need to pay separate professional tax for institution, അതായത് proprietorship, when I already pay professional tax for individual? Yes, it is always advised to take professional tax because ഇതൊരു മാൻഡേറ്ററി കണ്ടീഷൻ ഒന്നും അല്ല. ഇതൊന്നും അങ്ങനെ മോണിറ്ററും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട്, ഗുഡ് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് പ്രൊഫഷണൽ ടാക്സ് അപ്ഫ്രണ്ട് ആയിട്ട് അടയ്ക്കാം. Okay. Another question from Dr. Salil. What is the agricultural income limit in ITR 2 and 3? 2 and 3, you can show any amount of whatever the amount is your agriculture, you can show. 1 മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ. 5,000 താഴെയാണെങ്കിൽ you cannot file. 5,000 വരെ 1 ചെയ്യാം. 5,000 മേലെയാണെങ്കിൽ you will have to go for 2 or 3. Okay. Question by Dr. Laiji. If mutual fund investment is more than 10 lakhs, which IT form should I opt for? Investment will not affect you selecting the form. The returns from the investment, say mutual fund invest ചെയ്തതുകൊണ്ട് your form will not change.
say you are redeeming the mutual fund and you are getting money, then only you need to choose the form. എനിക്ക് തോന്നുന്നു he might have asked ഇപ്പം say ഒരു 10 lakh return ആണെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ you have to go for 3 because assuming that he's showing books of accounts in the വെച്ചിട്ടാണ് ഫയൽ ചെയ്യുന്നെങ്കിൽ 3 ഫയൽ ചെയ്യണം, if not 2 ഫയൽ ചെയ്യണം. Okay. We have a question. Is it compulsory to take current account for a clinic? It is not mandatory, it is optional, but it is always recommendatory. Oh. There's another question from Dr. Akhil. Is it GST is must if income is about 20 lakhs? Can we take input credit for the amount we pay for purchases? Okay, this is actually a big area to discuss. But to put in simple words, I can say that നമ്മളിപ്പം നമുക്ക് ഒത്തിരി ഇൻപുട്സ് ഉണ്ടാവും. Say for example, you might be buying medicines. I will put in simple words. നമ്മളിപ്പം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻസിന് നമ്മൾ ഒരിക്കലും GST ചാർജ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഫാർമസിയിലൂടെ നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കുവാണെങ്കിൽ യു ഹാവ് ടു കമ്പൽസറിലി ചാർജ് GST. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മെഡിസിൻ പർച്ചേസ് ചെയ്ത മെഡിസിൻ നമ്മൾ അങ്ങനെ സെല്ല് ചെയ്യുന്നു, അതിന് നമ്മൾ GST ഔട്ട്പുട്ട് നമുക്ക് ലൈബിലിറ്റി ഉണ്ട്. അങ്ങനെ വാങ്ങിച്ച് വിൽക്കുന്ന ഇൻപുട്ടിന് മാത്രമേ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. So you need to actually segregate the items that you are using for pharmacy and your treatment in the സമയത്തുള്ള ഇൻപുട്സ്. സോ ഇത് സെഗ്രിഗേറ്റ് ചെയ്യാൻ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ഒരു പ്രൊപ്പോർഷൻ ബേസിസിലാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്. ബിക്കോസ് ചിലപ്പം ചില മെഡിസിൻസ് നിങ്ങൾ ആ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ചിലപ്പം യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം, അതിന് നമ്മൾ GST എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ അതിന് GST കൊടുത്തിട്ടുണ്ടാവും. ബട്ട് യു കനോട്ട് ക്ലെയിം ദാറ്റ് GST ക്രെഡിറ്റ് ബിക്കോസ് യു ആർ പ്രൊവൈഡിങ് ആൻ എക്സെപ്റ്റഡ് സർവീസ്. അപ്പോൾ കറക്റ്റായിട്ട് മാപ്പ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഏതൊക്കെ മെഡിസിൻ ആണോ നിങ്ങൾ ഔട്ട്പുട്ട് GST കളക്ട് ചെയ്യുന്നത് അതിന് മാത്രമേ നിങ്ങൾക്ക് റൈറ്റ്ഫുള്ളി ഇൻപുട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. മൊത്തം പർച്ചേസസിന് ഫ്ലാറ്റ് ആയിട്ട് ഇൻപുട്ട് എടുക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ ബേസിക് കോൺസെപ്റ്റ്. അപ്പം നമ്മളൊരു പ്രൊപ്പോർഷൻ ബേസിസിൽ മൊത്തം ക്രെഡിറ്റ് എടുത്തിട്ട് അതിനെ ഒരു പ്രൊപ്പോർഷൻ ബേസിസിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. നിങ്ങളുടെ ടാക്സബിൾ സർവീസ് എത്ര, എക്സെംപ്റ്റഡ് സർവീസ് എത്ര എന്ന്. ബേസിക്കലി നോക്കുമ്പോൾ ക്ലിനിക്കിൽ മിക്കവാറും ഉള്ളത് എക്സെംപ്റ്റഡ് സർവീസ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി ഇൻപുട്ട് ഉണ്ടാവും. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളിപ്പം ഡെന്റൽ ചെയർ നിങ്ങൾ വാങ്ങിച്ചു, അതിന് GST കൊടുത്താണ് വാങ്ങിച്ചത്. സോ അതിനൊരു 1 lakh GST നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കൂ. പക്ഷെ അത് നിങ്ങൾക്ക് മൊത്തത്തിൽ എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ആ ചെയറിൽ ഇരുന്ന് നിങ്ങൾ ട്രീറ്റ് ചെയ്ത് നിങ്ങൾ ചാർജ് ചെയ്യുന്ന ഇൻകത്തിനൊന്നും നിങ്ങൾ ടാക്സ് കളക്ട് ചെയ്യുന്നില്ല, GST എടുക്കുന്നില്ല. സോ യു കനോട്ട് ക്ലെയിം ദാറ്റ് 1 lakh fully as input. You always have to take a proportion basis. I hope it give you a little bit of idea, Dr. Akhil. മൊത്തം ഇൻപുട്ട് എന്തായാലും എടുക്കാൻ പറ്റത്തില്ല, പ്രൊപ്പോർഷൻ ബേസിൽ എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിസിൻ വാങ്ങിക്കുന്നു, മെഡിസിൻ അതുപോലെ വിൽക്കുന്നു, അതിന് 100% എടുക്കാം. അല്ലാത്തതെല്ലാം പ്രൊപ്പോർഷൻ ബേസിസിലേ എടുക്കാൻ പറ്റത്തുള്ളൂ. Okay, Dr. Salil again asks regarding TAN, is it annual rent at 50,000 to reduce TDS? Is it annual, monthly rent? If it is 50,000, you need to deduct TDS and get the TAN registration. In case of multiple clinics, which ITR form should we use? That's a question from Dr. Tracy. Just because you have multiple clinics, the ITR form will not change. ഒരാൾക്ക് multiple clinics വരാം, that will not affect your forms. നമ്മുടെ ഇൻകം ബേസിസിലേ ഉള്ളൂ ഫോം നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ഗോയിങ് ഫോർ 44 ADA, go for ITR 4. If you are going for normal balance ഷീറ്റ് P&L വെച്ച് ചെയ്യുവാണെങ്കിൽ ITR 3. മൾട്ടിപ്പിൾ ക്ലിനിക്സ് വരുമ്പോൾ കൺസോളിഡേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ അസ്യൂം ചെയ്യുന്നത് മാഡം സിംഗിൾലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2 ക്ലിനിക് ഉണ്ടെങ്കിൽ 2 ക്ലിനിക്കിന്റെ ഇൻകം കൂടെ ഒന്നിച്ച് ആഡപ്പ് ചെയ്ത് വേണം ആ സിംഗിൾ പാനിലൂടെ ഫയൽ ചെയ്യാൻ. Okay, Dr. Vishak asks if you can explain between TAN and TDS. So TAN is the number and TDS is the tax. Just like PAN is your number,
and income tax is the tax that we are paying. പാൻ എന്ന് പറയുന്നത് പാൻ കാർഡ്, ടാൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു നമ്പർ ആണ്. TVD എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ് ഹാസ് എൻ ആൽഫ ന്യൂമറിക് നോമൻക്ലേച്ചർ. ദാറ്റ് ഈസ് എ നമ്പർ. ടാൻ നമ്പർ ആണ് നമ്മുടെ ടാക്സ് TDS അടയ്ക്കാനുള്ള നമ്പർ. ആ ടാൻ നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ TDS അടയ്ക്കുന്നത്. ജസ്റ്റ് ലൈക്ക് പാൻ ഉപയോഗിച്ച് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന പോലെ ടാൻ ഉപയോഗിച്ച് വി ആർ പേയിങ് TDS. ഈ MSME രജിസ്ട്രേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇയർലി എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? പിന്നെ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇല്ലേ, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? Okay, first is MSME. MSME one-time registration ആണ്. You don't have to renew it. Regarding books വേണ്ടത് cash book, ledger, journal, your invoices, your vouchers, expense-ന്റെയും ഇൻകത്തിന്റെയും പ്രൂഫ്, ഇൻവെന്ററിയുടെ ഡേറ്റ, സ്റ്റോക്ക് രജിസ്റ്റേഴ്സ്, പിന്നെ കേസ് നിങ്ങളുടെ പേഷ്യന്റിന്റെ കേസിന്റെ ഒരു രജിസ്റ്റർ വെക്കണം. ഇതാണ് ബേസിക് ഡോക്യുമെന്റ്സ്. Dr. Rahul asks, is there any restriction for cash deposit per year in SB account? There are no restrictions, but income tax will flag in. Say നമ്മള് ഇപ്പം ക്യാഷ് ഡെപ്പോസിറ്റ് എത്ര വേണമെങ്കിലും ചെയ്യാം, there is no problem. അതുപോലെ ക്യാഷ് വിഡ്രോയും ചെയ്യാം. പക്ഷേ ബാങ്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ എവറി ഇയർ പാസ് ചെയ്യും. അപ്പം ആ ഇൻഫർമേഷൻ നമ്മുടെ പാനിൽ റിഫ്ലക്ട് ചെയ്യും. സോ വി വിൽ ഹാവ് ടു ആൻസർ ദാറ്റ്. നമുക്കിപ്പം AIS എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട് ഇൻകം ടാക്സിൽ. അതിൽ നമുക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കണം വെദർ ദിസ് ഇൻഫർമേഷൻ ഇസ് കറക്റ്റ് ഓർ നോട്ട്. ആ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി. ദർ ആർ നോ റെസ്ട്രിക്ഷൻസ്. പിന്നെ വിഡ്രോവലിന്റെ കേസ് ആണെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു ടാക്സ് പെയർ ആണെങ്കിൽ 1 crore വരെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം. ദർ ഇസ് നോ പ്രോബ്ലം. ആൻഡ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്ത ഒരാളാണെങ്കിൽ 20 lakhs വരെ ലിമിറ്റ് ഉള്ളൂ. സോ അത് മാത്രമേ ഉള്ളൂ ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ വി ഓൾവേസ് അഡ്വൈസ് പീപ്പിൾ നോട്ട് ടു പുട്ട് ഇൻ മണി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഫോർ എമൗണ്ട് എക്സീഡിങ് സേ 5 lakh. ഇപ്പം ഒരു 5 lakh ഒക്കെ താഴെ വരുന്നുള്ളൂ, 2 or 5. അതിൽ താഴെയാണെങ്കിൽ ഈ SFT ട്രാൻസാക്ഷൻ ഇൻഫർമേഷനായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ഒന്നും പാസ് ഓൺ ചെയ്യത്തില്ല. അപ്പം ഈ 2 lakh ഒക്കെ നമ്മൾ കൊണ്ടിടുമ്പം നമുക്ക് ശരിക്കും പ്രോപ്പർ അക്കൗണ്ട്സും ഡോക്യുമെന്റ്സും ഒക്കെ ഉണ്ടാവണം. നാളെ ഒരു സ്ക്രൂട്ടണി എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ SFT ട്രാൻസാക്ഷൻ ഉള്ള പാനിൽ. അപ്പം നമ്മൾ പ്രോപ്പർ മെയിൻറ്റെയിൻസ് ബുക്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് 2 lakh കൊണ്ടിടാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നുമില്ല, എന്നിട്ട് നമ്മളൊരു 2 lakh, അടുത്തൊരു മാസം ഒരു 5 lakh അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാളെ ഒരു ക്വറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ സഫീഷ്യന്റ് ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ വി വിൽ റൺ ഇൻ ടു ട്രബിൾ. സോ മേക്ക് ഷുവർ ദാറ്റ് ക്യാഷ് ഡെപ്പോസിറ്റ്സ് ആർ ലിമിറ്റഡ്. If you cannot control about that, make sure that your documents are proper. നമ്മൾ ഈ കറണ്ട് അക്കൗണ്ടിൽ ഇങ്ങനെ ഫ്ലാഗിങ് ചെയ്യുന്നതിന്റെ ലിമിറ്റ് ഉണ്ടോ? ഇല്ല, കറണ്ട് അക്കൗണ്ടിൽ കമ്പയർ ടു സേവിങ്സ് അക്കൗണ്ട് ദ ലിമിറ്റ്സ് ആർ ഹയർ. 10 lakh വരെയൊക്കെ ആണെങ്കിലും വലിയൊരു പ്രോബ്ലം വരുന്നില്ല. ദാറ്റ് ഈസ് എ റീസൺ വൈ വി സേ ഗോ ഫോർ കറണ്ട് അക്കൗണ്ട് ആൻഡ് നോട്ട് ഫോർ സേവിങ്സ് അക്കൗണ്ട്. Dr. Deepthi asks, should you have only 50% of profit on records for 44 ADA option? That is a minimum requirement. Say 50% minimum na പറയുന്നത്. 50% താഴെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. You can very well declare more than 50%. I don't think anybody will disclose even if they have more than 50%. So 50% മേലെ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ it is good. It is good for the income tax department. You can very well declare. ഈ കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 80C വല്ലതും ബെനിഫിറ്റ് കിട്ടോ? ഇല്ല സർ, ഇല്ല. പേഴ്സണൽ ഇൻഷുറൻസിന് മാത്രമേ 80C വരത്തുള്ളൂ. ലൈഫ് ഇൻഷുറൻസ് നമ്മുടെ ഫാമിലി ഡിപെൻഡൻസിന്റെ ഉൾപ്പെടെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? എടുക്കാം. ഡിപെൻഡന്റിന്റെ എടുക്കാം, പ്രൊവൈഡഡ് അവർ ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ. ഈ സുകന്യ സമൃദ്ധി അതേപോലെ സംഭവങ്ങളൊക്കെ? സുകന്യ സമൃദ്ധി ഒക്കെ ഈ പറഞ്ഞ പോലെ ഈ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന കുറെ സ്കീംസ് ആണ്. അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓൾഡ് ടാക്സ് സ്കീം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ 1.5 lakh വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇയറിൽ നമുക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റും.
പിന്നെ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആയിരിക്കും. പക്ഷേ ഈ വിഡ്രോവൽസ് നോക്കണം. ഇപ്പം സുകന്യ സമൃദ്ധി ഒക്കെ വരുമ്പം ഗേൾ ചൈൽഡിന്റെ ഒക്കെ വരുമ്പം അവർ 21 ഇയേഴ്സ് ഒക്കെയാണ് മെച്യൂരിറ്റി പറയുന്നത്. 21 ഇയേഴ്സ് മുന്നേ കണ്ടിജൻസി അല്ലെ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുട്ടിയുടെ മാരേജിന്റെ സമയത്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവശ്യം, അതും ആഫ്റ്റർ ദ ചൈൽഡ് അറ്റൈൻസ് 18 ഇയേഴ്സ് കഴിയാതെ നമുക്കത് എടുക്കാൻ പറ്റില്ല. പാർഷ്യൽ വിഡ്രോവൽ ആണെങ്കിൽ ടാക്സ് ഇംപ്ലിക്കേഷൻസ് വരും. പക്ഷെ മാക്സിമം റിഡക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1.5 lakhs എടുക്കാൻ പറ്റും. ഈ PPF ഒന്ന് പറയാൻ പറ്റുമോ? PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, അതൊരു ജസ്റ്റ് ലൈക്ക് ഒരു FD പോലെ നമ്മൾ ഇടുന്നത്. അതിൽ നിന്ന് യു വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്. ഒരു ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റേ വരത്തുള്ളൂ. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം ഇസ് എക്സെംപ്റ്റ്. FD നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന പലിശ ഇസ് ടാക്സബിൾ. എവറി ഇയർ അതിന്റെ പലിശ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡിക്ലെയർ ചെയ്യണം, ടാക്സ് കൊടുക്കണം. പക്ഷെ PPF നിന്ന് കിട്ടുന്ന പലിശ ഇസ് ടാക്സ് ഫ്രീ, അത് എക്സെംപ്റ്റഡ് ആണ്. അതുപോലെ ATCയിൽ നമുക്ക് 1.5 lakh വരെ ഡിഡക്ഷൻ എടുക്കാം. ഞാൻ ഈ 1.5 എന്ന് പറഞ്ഞ ഓരോന്നിനും 1.5 കിട്ടത്തില്ല. യുവർ ഇൻഷുറൻസ്, യുവർ സുകന്യ, യുവർ LIC, എവറിത്തിങ് ആഡ് ചെയ്ത് 1.5 കിട്ടത്തുള്ളൂ. അത് ഇടുന്ന വർഷമേ കിട്ടത്തുള്ളൂ. ഈ വർഷം ഞാൻ ഇട്ടു, യു വിൽ ഗെറ്റ് ഡിഡക്ഷൻ. നെക്സ്റ്റ് ഇയർ എടുക്കണമെങ്കിൽ ഐ വിൽ ഹാവ് ടു പുട്ട് ഇൻ അഗെയിൻ. വീണ്ടും ഇട്ടെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. We have a question asking about the documents needed to give to the chartered accountant for filing income tax. Bank account statement and any other document required എന്നാ ചോദിച്ചിരിക്കുന്നത്. Everything needs to be shared with your chartered accountant. Your cash book, your ledgers, your bills, your vouchers, bank statement മാത്രം കിട്ടിയോണ്ട് ഓഡിറ്ററിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. ബി ആസ് ട്രാൻസ്പെറന്റ് ആസ് പോസിബിൾ. ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്കത് റെക്ടിഫൈ ചെയ്യണമെങ്കിലോ അഡ്വൈസ് ചെയ്യണമെങ്കിലോ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് തന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഷെയർ എവറി ഡോക്യുമെന്റ്സ്, വാട്ട് എവർ ഡോക്യുമെന്റ്സ് യു ഹാവ് വിത്ത് യുവർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. Dr. Tracy asks if you can explain regarding adding GST number in invoice, and is it necessary to add GST even if your income is low? Regarding the GST number, if you have a GST registration, you should definitely display the GST number in your invoice. Invoicesനകത്ത് നമ്മൾ ടാക്സ് ഇൻവോയ്സ് ആയിരിക്കും അപ്പോൾ റേസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ GST നമ്പർ ക്ലിയർലി നമ്മൾ മെൻഷൻ ചെയ്യണം. സർവീസിന് എത്ര ആണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്, അത് CGST, SGST ആയിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് വേണം ടാക്സ് ഇൻവോയ്സ് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് വോളണ്ടറി ആയിട്ടും വേണമെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കാം. സേ നമ്മുടെ ടേൺ ഓവർ 20 lakhs താഴെയാണ്, still you can voluntarily go for GST registration. Voluntarily ചെയ്താലും ഒരിക്കൽ നമ്മൾ GST registration എടുത്താൽ you should not make any failure to file returns. Say 1, 3B പോലുള്ള ഫോംസ് എല്ലാ മാസവും കണ്ടിന്യൂസ്ലി ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ക്യാഷ് ഫ്ലോസ്. ഞാൻ പറഞ്ഞ പോലെ ചില മാസം നമുക്ക് ടേൺ ഓവർ കാണത്തില്ല. ഈവൻ ഇഫ് ടേൺ ഓവർ ഇല്ലെങ്കിൽ പോലും എക്സെംപ്റ്റഡും ടാക്സിബിളും കൂടെ കമ്പൈൻ ചെയ്ത് ചേർത്ത് കമ്പൽസറിലി ഫയൽ ചെയ്യണം. ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു വിൽ അട്രാക്ട് പെനാലിറ്റീസ്, ലേറ്റ് ഫീസ്. സോ ഇഫ് യു ആർ ഗോയിങ് ഫോർ വോളണ്ടറി GST registration, make sure that you are filing it regularly without any default. Okay, Dr. Suraj asks, how long should the books and records be maintained? Coming to the duration, income tax department says 6 years, but we say 8 years because പുറകിലേക്ക് ഒരു 4 yearsന് പുറകിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന ആ 4th ഇയറിൽ ഒരു ക്വറി വന്നാലും അത് ചിലപ്പോൾ അത് പ്രോസസ്സ് അസസ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു 2 years എടുക്കുവാണെങ്കിൽ അങ്ങനെയാണ് ഒരു 6 yearsന്റെ ഒരു ടൈം പറയുന്നത്. മേക്ക് ഷുവർ ദാറ്റ് യുവർ റെക്കോർഡ്സ് ആർ ഇൻടാക്ട് ഫോർ അറ്റ്ലീസ്റ്റ് 8 years as a healthy practice, at least minimum 6 years. Charter. If we have an NRI account, should it be shown while filing our income tax return? NRI account, see, ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഒരിക്കലും NRI account ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. If you are a non-resident, then only you can hold a NRI account. അപ്പം can you please explain why you have asked that question? ആക്ച്വലി അവിടെ ബിസിനസ് ഉണ്ട്. അപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ അവിടെ നിന്ന് ബിസിനസിന്റെ ഷെയർ നമുക്ക് വിടും. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഇവിടെ പ്രൊഫഷണൽ ആണ്, അപ്പം ഇത് ഓൾറെഡി ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത്
കൊടുക്കേണ്ടത് IT ഫയൽ ചെയ്യുമ്പോൾ? സർ, ഇന്ത്യയിലുള്ള ഇൻകത്തിന് മാത്രം ഇവിടെ ടാക്സ് കൊടുത്താൽ മതി. അതപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ബിസിനസ് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം ആയിട്ട് കാണിക്കുന്നുണ്ടാവും. ആൻഡ് ഇപ്പം സാറിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം. സർ 6 മാസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ നിൽക്കുകയും 6 മാസത്തിൽ താഴെയാണ് പുറത്തെ കൺട്രിയിലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം സർ ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ സാറിന് NRO അക്കൗണ്ട് ആയിരിക്കും നാട്ടിലുണ്ടാവുക. ആ NRO അക്കൗണ്ടിൽ വരുന്ന എമൗണ്ടിന് ഇന്ത്യയിൽ ടാക്സ് ഫയൽ ചെയ്ത് ടാക്സ് കൊടുക്കണം. NRE എമൗണ്ട് ഇന്ത്യയിൽ ഒരു കണക്ഷൻ ഇല്ല. ആസ് ഇൻ NRE എമൗണ്ട് ഇസ് നോട്ട് ടാക്സബിൾ ഇൻ ഇന്ത്യ. ബട്ട് NRO എമൗണ്ടിൽ എന്തെങ്കിലും ഇൻകം വരുമോ, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് നീഡ്സ് ടു ബി ഷോൺ ഇൻ യുവർ റിട്ടേൺ ആൻഡ് യു ഹാവ് ടു ഡിസ്ക്ലോസ് ഇറ്റ് ഇൻ റിട്ടേൺസ് വൈൽ ഫൈലിംഗ് ദ ഇൻകം ടാക്സ്. Okay, ma'am. Thank you. Dr. Muralidharan asks, what is the limit for compulsory auditing of books of accounts? See, compulsory audit in there are 2 conditions. 2 crore താഴെ ആണെങ്കിൽ you don't have to get your books compulsorily audited. But even if your limit is below that and you're not making profit above 8%, ഞാൻ പ്രസന്റേഷനിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ലിമിറ്റ് ഇപ്പം നിങ്ങൾക്ക് 30 lakhs ഉള്ളൂ. നോട്ട് ലിമിറ്റ്, ഐ മീൻ യുവർ ടേൺ ഓവർ, നിങ്ങളുടെ കളക്ഷന് 30 lakhs താഴെ ഉള്ളൂ. പക്ഷെ നിങ്ങൾ 8% പ്രോഫിറ്റ് വരുന്നില്ല. 8% പ്രോഫിറ്റ് താഴെയാണ് നമ്മുടെ ക്ലിനിക്കൽ എക്സ്പെൻസസും എല്ലാം കൂടെ വരുമ്പോൾ 8% താഴെയാണെങ്കിൽ ഈവൻ ഇഫ് യു ഹാവ് നോട്ട് റീച്ച് ദ ലിമിറ്റ് യു സ്റ്റിൽ ഹാവ് ടു ഗെറ്റ് യുവർ ബുക്സ് കമ്പൽസറിലി ഓഡിറ്റഡ്. ആ പ്രോഫിറ്റ് എങ്ങനെയാണ് അസസ് ചെയ്യുക? പ്രോഫിറ്റ് അസസ് ചെയ്യുന്നത് നമ്മുടെ ഇൻകം എടുക്കണം, പിന്നെ നമ്മുടെ എക്സ്പെൻസസ് എല്ലാം, അതായത് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ദ ബിസിനസ്. പേഴ്സണൽ എക്സ്പെൻസസ് അതിനകത്ത് എടുക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു ട്രേഡിംഗ് ഉണ്ടെങ്കിൽ, ട്രേഡിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മെഡിസിന്റെ സെയിൽ വരുന്നു. അപ്പം നമുക്കൊരു സ്റ്റോക്ക് ഉണ്ടാവും, നമുക്കൊരു പർച്ചേസസ് കാണും, സെയിൽസ് കാണും, ഒരു ഗ്രോസ് പ്രോഫിറ്റ് കാണും. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഫ്ലോ അങ്ങനെയാണ് വരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽ ഓഫ് മെഡിസിൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ആ ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ ബാക്കി റവന്യൂ, അതായത് നമ്മുടെ ബാക്കി രജിസ്ട്രേഷൻ ഫീസ്, പ്രൊസീജിയർ കളക്ഷൻസ്, ഇൻകം, അതെല്ലാം കൂടെ ആഡപ്പ് ചെയ്തിട്ട് പിന്നെ സാറിന്റെ ബാക്കി റുട്ടീൻ ക്ലിനിക്കൽ എക്സ്പെൻസസ് എല്ലാം നമുക്ക് കുറയ്ക്കാം. ആൻഡ് ഈവൻ യു ക്യാൻ റെഡ്യൂസ് യുവർ ഡെപ്രിസിയേഷൻ. അതായത് നമുക്ക് ഫിക്സ്ഡ് അസറ്റ്സ് കാണും. ഞാൻ ഈ പറഞ്ഞ പോലെ ആ എക്സ്പെൻസും കൂടെ കുറച്ചതിന് ശേഷം കിട്ടുന്നതിനെയാണ് വാട്ട് യു കോൾ ഇസ് നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റിനാണ് നമ്മൾ ആ പെർസെൻറ്റേജ് നോക്കേണ്ടത്. ദാറ്റ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ യുവർ ടോട്ടൽ ഇൻകം. If it is below 8%, you have to get your books compulsorily audited by a chartered accountant. If the turnover is less than 20 lakhs, but medicines are dispensed, what are the tax implications? Madam, can you repeat the question again? If the turnover is less than 20 lakhs, but medicines are dispensed, what are the tax implications? If your turnover is below 20 lakh, you need not worry about the GST registration. You can still buy the medicines with GST, and you can sell it to your patients without collecting GST, and you need not get GST registration. ഈ വോച്ചറൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൺലൈനിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോഴുള്ള അതിന്റെ സ്ക്രീൻഷോട്ട് തന്നെ പോരെ, അതോ വേറെ ലെഡ്ജർ? യെസ് സർ, നമുക്ക് 2 രീതിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഇതിലായിരിക്കുമ്പോൾ യു ക്യാൻ കീപ് എവറി ഡോക്യുമെന്റ്സ് ഓർ എവറി റെക്കോർഡ്സ് ഇൻ ഡിജിറ്റൽ ഫോം. അതെല്ലാം നമുക്ക് ഡിജിറ്റലി കീപ്പ് ചെയ്താൽ മതി. അപ്പൊ ഈ സ്ക്രീൻഷോട്ട്സ് അവിടെ കീപ്പ് ചെയ്താൽ മതി. ഓഡിറ്ററിന് വരുമ്പം അതെല്ലാം നിങ്ങൾ ഡിജിറ്റലി പ്രൂഫായിട്ട് കാണിച്ചാൽ മതി. നമ്മൾ ഒറ്റ അക്കൗണ്ട് ഒരു അക്കൗണ്ടിൽ തന്നെ എല്ലാം കളക്ട് ചെയ്യുന്നതും അതിൽ നിന്ന് തന്നെയാണ് എല്ലാം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എന്താ പറയുക, അതിന്റെ ആ സ്റ്റേറ്റ്മെന്റ് പോരെ തെളിവായിട്ട്? മതിയാവും, പക്ഷെ അത് ഓഡിറ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുമായിരിക്കും. കാരണം ഓഡിറ്ററിന് അറിയത്തില്ലല്ലോ ഏതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെൻഡ് ചെയ്യുക. ഇപ്പം മിക്കവാറും GPay എഴുതി കഴിഞ്ഞ് മിക്കവാറും ഉള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ UPI, GPay അങ്ങനെ റെഫറൻസ് മാത്രമേ വരൂ. അങ്ങനെയല്ലല്ലോ, നമ്മള് കറന്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ആപ്പ് ആണെങ്കിൽ അതില്
അതിലുണ്ടാവുമല്ലോ. ഇപ്പോൾ സാലറി കൊടുക്കുകയാണെങ്കിൽ സാലറി എന്ന് നമുക്ക് എഴുതാൻ പറ്റും, മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽസ് എഴുതാൻ പറ്റും, ലാബ് ചാർജ് എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിൽ കാണുമല്ലോ, അതിൽ കാണും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം ഒരു സഫീഷ്യന്റ് പ്രൂഫ് അല്ല. അതിന് നമ്മൾ ഒരു സപ്പോർട്ടിംഗ് കൂടെ വെക്കുവാൻ വേണ്ടിയിട്ടാണ് വി സേ വൗച്ചർ വെക്കണം എന്നുള്ളത്. ദാറ്റ് ഈസ് ഓൾവേസ് എ ഗുഡ് പ്രാക്ടീസ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കാം, ചിലപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എക്സ്പ്ലനേറ്ററി ആയിരിക്കില്ല. എന്നാൽ പോലും നമുക്കൊരു സെപ്പറേറ്റ് വൗച്ചർ ഫയൽ വേണം. കാരണം ഇൻകം ടാക്സ് ഓഫീസർ ഇപ്പം നമ്മുടെ ഒരു ഫയല് സ്ക്രൂട്ടണിക്ക് എടുക്കുവാണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം സബ്മിറ്റ് ചെയ്താൽ ദേ വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. ദേ നീഡ് ടു സീ ദ വൗച്ചേഴ്സ്. അപ്പൊ നമ്മൾ വൗച്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇതില് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമല്ലേ, ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിലുണ്ടായ ഒരു മാറ്റമാണല്ലോ ഇത്. ഇപ്പോഴാണല്ലോ ഇങ്ങനത്തെ ഇപ്പൊ കളക്ട് ചെയ്യുന്ന മണിയുടെ 90% ഇപ്പോൾ ഓൺലൈനാണ്. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ എക്സ്പെൻഡിച്ചറും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ. അപ്പോ ഈ ഒരു മാറ്റം അവർ അംഗീകരിക്കൂലേ? ബട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെന്റേഷൻ വെച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 44 ADA പോകണം. 44 ADA പോയാൽ നിങ്ങളുടെ ഒന്നും ചോദിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിനേ ചെയ്യേണ്ട, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വൗച്ചേഴ്സും കാര്യങ്ങളും ഒന്നും വെക്കണ്ട. പക്ഷെ നമ്മൾ മറ്റേ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ മാൻഡേറ്ററിലി ഇതെല്ലാം കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, irrespective of the digital transactions. Okay, thank you everyone. I think it is time to limit the questions because it's going to be around 9 o'clock. ലാസ്റ്റ് ചോദ്യം ചോദിച്ചോട്ടെ പ്ലീസ്? Okay. ഒരു ലാസ്റ്റ് ചോദ്യം ചോദിച്ചോട്ടെ? Yes. മാം, ചോദ്യം കേട്ടിരിക്കരുത്. IT ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് എന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രമാണോ എന്റെ ഇൻകം? അല്ല സർ, ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രമല്ല നമ്മുടെ ഇൻകം. നമുക്ക് ക്യാഷിലും ട്രാൻസാക്ഷൻ ഉണ്ടാവാം, ബാങ്ക് ത്രൂ ഇൻകം ഉണ്ടാവാം. രണ്ടും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ അവർക്ക് ആക്സസ് ഉള്ളത് ബാങ്ക് ആയിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്തതിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് വിളിക്കുന്നത് അല്ലേ? അല്ല, ക്യാഷിലുള്ളതെല്ലാം ബ്ലാക്ക് മണി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ബാങ്ക് അക്കൗണ്ടിലും പൈസ വരുന്നുണ്ട്, ക്യാഷിലും പൈസ വരുന്നുണ്ട്. ഞാൻ മൊത്തം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ ബ്ലാക്ക് മണി. പക്ഷേ ക്യാഷിലുള്ളത് ഞാൻ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബ്ലാക്ക് മണി. ക്യാഷിലുള്ളതെന്ന് വെച്ചാൽ അതായത് ക്യാഷിലുള്ള ട്രാൻസാക്ഷൻസ്, ഇപ്പം എന്റെ ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് 10 ലക്ഷം രൂപ വന്നു, എനിക്ക് ക്യാഷിൽ എനിക്ക് 5 ലക്ഷം വന്നു, പക്ഷെ ഞാൻ 2.5 ലക്ഷമേ കാണിക്കുന്നുള്ളൂ. അപ്പം അവിടെ എന്റെ ബാലൻസ് 2.5 ലക്ഷം അൺനോട്ടിസ്ഡ് ആണ്, അതായത് ബുക്സിൽ വന്നിട്ടില്ല. അങ്ങനാണെങ്കിൽ ദാറ്റ് ഈസ് ബ്ലാക്ക് മണി. ഓക്കെ മാം, താങ്ക് യു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. മാഡം, ഇതൊരു നല്ലൊരു സെഷൻ ആയിരുന്നു. ഈ സെഷന് മുൻകൈ എടുത്ത ഐഡിയ ഭാരവാഹികളോട് നന്ദി അറിയിക്കുന്നു. മാഡത്തിനോടും നന്ദി. Thank you. Thank you. I think there are a lot of queries in the chat. Thank you, ma'am. ഏത് ഡോക്ടർ ആയിരുന്നു അത് റീഡ് ചെയ്തത്? I take this opportunity to thank her for addressing the questions. Yeah, I'm Dr. Seema. Thank you, Dr. Seema. Okay, so we'll move ahead, and I would like to invite Dr. Samuel K. Nainen, convener of IDA Force, to propose the vote of thanks. Good evening, everyone. This is the first program of the Forum for Clinical Establishments of IDA Kerala State, IDA Force. Formation of a platform for the private practitioners in Kerala was the dream of our president and the secretary. They appointed me as the convener and have given me the sole responsibility to form a strong foundation. Let me thank both of them, Dr. Subhash K. Madhavan, our president, and Dr. Siddharth Nair, Honorary Secretary of IDA Kerala State, for all the support and encouragement in conducting this program, and also for their confidence and the trust bestowed upon me. From the day I shared the brochure of this program, I started getting a lot of messages and phone calls from many members throughout the state, appreciating the selection of this topic. I hope that today's session was informative and clarified the importance of systematic accounting in our professional practice and adherence to the rules and regulations of the country as responsible citizens. Ms. Anne gracefully accepted my request, even though she was very, very busy, day and night, active in many social activities. On behalf of all the participants and Indian Dental Association Kerala State, I extend our heartfelt gratitude to our faculty of the day, Chartered Accountant, and Joseph. Thank you, and for your presence and
and for patiently answering all the questions. Host of today's program is Indian Dental Association Tiruvalla branch. Actually, this program was planned as a branch program of IDEA Tiruvalla, and then we thought, why don't we make it beneficial for the entire dental fraternity? Thanks to the President, Dr. Maya Matai, Secretary, Dr. Seema Joseph, for moderating this program, and Dr. Adarsh Nainansam for the technical help, and all the Executive Committee members and members of IDEA Tiruvalla branch for their support. The success of any program is in the participation of the members. We had almost 220 participants from various corners of the state during the program, and on behalf of IDEA Force, I thank each and everyone for their enthusiasm. The representatives of IDEA Force from 39 local branches of IDEA Kerala State were very helpful in coordinating this event. Few of them had asked me to record this entire talk and offered me the support to publish it as a handbook for our members. Thanks to all the representatives from local branches. Once again, on behalf of IDEA Kerala State, I extend my deepest gratitude to each and everyone who supported me in conducting this. So we'll wind up this program.